ഈശ്വരന്റെ പ്രിയപ്പെട്ടവരെ, തിരുഷ്ടമീഡിയയിലേക്ക് സ്വാഗതം. എവർക്കും ഈശ്വര കൃപയും സമാധാനവും. ഏറെ വേദനാകരമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ആലോചിക്കുന്നത്, ആത്മഹത്യകളെ കുറിച്ച്. ഒരു പരിഷ്കൃത സമൂഹം എന്ന നിലയ്ക്ക് ആത്മഹത്യകൾ ഒരു വെല്ലുവിളിയായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു മേഖലയാണ് വിശ്വാസ ജീവിതത്തിന്റെ. വിശ്വാസ ജീവിതത്തിൽ പുരോഗമിക്കുന്നവർക്ക് എന്തുകൊണ്ട് തങ്ങളുടെ ജീവിതത്തെ നേരിടാൻ കഴിയുന്നില്ല? ജീവിതത്തോട് എങ്ങനെ ഉത്തരവാദിത്വപൂർണമായി പെരുമാറണമെന്ന് വിശ്വാസം എന്തുകൊണ്ടാണ് അവരെ പഠിപ്പിക്കാത്തത് എന്നതിനെക്കുറിച്ച് ഗൗരവമായി നാം ആലോചിക്കണം. ഒരുപക്ഷെ നമ്മളെ പ്രിയപ്പെട്ടവരാകാം, പരോക്ഷമായ അനുഭവങ്ങളാകാം നമുക്കുള്ളത്. രണ്ടിടത്തായാലും മനുഷ്യ സമൂഹം ഇത് ഒരാപത്തായി തിരിച്ചറിയുന്നുണ്ട് ആധുനിക കാലത്ത്. കത്തോലിക്ക സഭയുടെ പ്രബോധനത്തിൽ കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ച് നമ്മോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം. CCC 2280 പറയാണ്, തനിക്ക് ജീവൻ നൽകുന്ന ദൈവത്തോട് ഓരോരുത്തരും ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ ജീവന് നാം ഉത്തരവാദിയാണ്. അവിടെ നിന്നാണ് ജീവന്റെ പരമാധികാരി. അവിടുത്തെ മഹത്വത്തിനും നമ്മുടെ ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി ജീവനെ നന്ദിയോടെ സ്വീകരിച്ച് സംരക്ഷിക്കാൻ നാം കടപ്പെട്ടിരിക്കുന്നു. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ജീവന്റെ സൂക്ഷിപ്പുകാരാണ് നാം, ഉടമസ്ഥരല്ല. അത് കൈവിടാൻ പാടില്ല. കാറ്റക്കിസം ഇങ്ങനെ നമ്മെ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതവും പൊതുജീവിതവും നേരിടുന്ന ഈ വെല്ലുവിളിയെക്കുറിച്ച് ഗൗരവപൂർണമായ ചിന്ത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. ആത്മഹത്യയെക്കുറിച്ച് നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ടതിൻ്റെയും ആത്മഹത്യാ സാഹചര്യങ്ങളെ മനസ്സിലാക്കേണ്ടതിൻ്റെയും ആത്മഹത്യയിൽ നിന്ന് വ്യക്തികളെ രക്ഷിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കടപ്പാടുണ്ട് എന്ന കാര്യത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാകേണ്ടതിൻ്റെയും ആവശ്യമുണ്ട്. ആത്മഹത്യക്ക് വിശ്വാസപരമായ കാര്യങ്ങളുണ്ട്, ഭൗതികമായ കാര്യങ്ങളുണ്ട്. ഒരാത്മഹത്യയും വെറുതെ സംഭവിക്കുന്നതല്ല. എന്തുകൊണ്ടാണ് ആത്മഹത്യകൾ സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ ഗൗരവമായിട്ട് ആലോചിക്കുന്നു. ലോകത്ത് ആകെ നടക്കുന്ന ആത്മഹത്യകളിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ അപ്രകാരം ആത്മഹത്യ നടക്കുന്നതിന്റെ വിവിധമായ കാര്യങ്ങളുണ്ട്. ഒപ്പം തന്നെ കേരളത്തിൽ ആത്മഹത്യകൾ വർദ്ധിക്കുന്നു. കേരളമാണ് ലോകത്തിന് മുൻപിൽ അപ്രകാരം നിലനിൽക്കുന്നത് എന്നത് വേറെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. വിശ്വാസപരമായ മേഖലയെ ചിന്തിക്കുന്നതിന് മുമ്പ് ആത്മഹത്യയുടെ ഭൗതികമായ സാഹചര്യങ്ങളെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണ ഉണ്ടാകണം. ജീവിതം ദുസ്സഹമാകുമ്പോൾ, ജീവിതം തകർന്നു പോകുമ്പോൾ, നിലനിൽക്കാൻ കഴിവില്ല എന്ന് ബോധ്യം വരുമ്പോഴാണല്ലോ ആത്മഹത്യകൾ ഉണ്ടാകുന്നത്. അപ്രകാരമുള്ള സാധ്യതകൾ എന്താണ് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത്? ഓരോ വ്യക്തിയും ഇത്തരം ഒരു സങ്കീർണമായ അവസ്ഥയിൽ എത്തിച്ചേരാൻ കാരണമാകുന്നത് എന്താണ് എന്ന് ഗൗരവമായിട്ട് നമ്മൾ ആലോചിക്കണം. ഈ അപരോന്മുഖമായ ചിന്ത ഉണ്ടാകണം നമുക്ക് എന്ന് ഇക്കാര്യത്തിൽ പ്രത്യേകിച്ച് പറയാൻ പറ്റും. കാരണം നമ്മൾ കാണുന്ന പല മനുഷ്യരും ജീവിതത്തിന്റെ പ്രതിസന്ധിയിലാണ്. ഒരു ആത്മഹത്യാ മുനമ്പിൽ നിൽക്കുന്നത് പോലെയാണ് മനുഷ്യർ പലപ്പോഴും നിൽക്കുന്നത്. അവരനുഭവിക്കുന്ന വേദനയും സങ്കീർണതയും അവരുടെ പ്രശ്നങ്ങളും ഒക്കെ തിരിച്ചറിയുന്നവരായിട്ട് നമ്മൾ മാറണം. നമ്മൾ പലപ്പോഴും ലോകത്തെ കാണുന്നത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. നമ്മൾക്ക് ഉപകാരപ്പെട്ടതിന്, നമുക്ക് വേണ്ടതിനെ മാത്രം കാണുന്നു. ചുറ്റുപാടുമുള്ളവരുടെ വേദനകളും അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളും തിരിച്ചറിയാനും അവർക്ക് വേണ്ടിയാണ് നമ്മുടെ ജീവിതമെന്ന് തിരിച്ചറിയാനും നമുക്ക് കഴിയുന്നില്ലെങ്കിൽ അത് ഒരു അമ്പെ പരാജയപ്പെട്ട ജീവിതമാണെന്ന് കരുതണം. കാരണം ഒരാളും അവനവനെ തന്നെ ജീവിക്കുന്നില്ല. അവനവനായിട്ട് തന്നെ ഒരാൾക്കും തുടരുക സാധ്യമല്ല. ചുറ്റുവട്ടത്തുള്ളവർ വേദന അനുഭവിക്കുമ്പോൾ അതിൽ നിന്നും മാറി വേറിട്ടൊരാളായി ജീവിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു തടവറയ്ക്കകത്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവനവൻ കടമ്പ എന്ന് പറയുന്ന ഒരു കടമ്പയ്ക്കകത്ത് സ്വയം കുടുങ്ങിപ്പോയവരായിട്ടാണ് നമുക്ക് നമ്മളെ കാണാൻ പറ്റുക. ചുറ്റുവട്ടത്ത് സംഭവിക്കുന്ന വേദനകളെയും അവരനുഭവിക്കുന്ന വിഷമങ്ങളെയും ഒക്കെ തിരിച്ചറിയാനും അവർക്ക് വേണ്ടി നമ്മുടെ സമയവും കഴിവുകളും നമുക്കുള്ളവയും ഒക്കെ പങ്കുവയ്ക്കാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ക്രൈസ്തവ ജീവിതം വിജയകരമായിട്ട് മാറുക. അവനവന്റെ എന്തെങ്കിലും താല്പര്യത്തിനോ മോചനത്തിനോ വേണ്ടിയുള്ള ഒരു ആത്മീയ വഴിയല്ല ക്രിസ്തു നമുക്ക് നൽകുന്നത്. അപരോന്മുഖമായിട്ടാണ്. മറ്റുള്ളവരിൽ ക്രിസ്തുവിനെ കാണാനും അവർക്ക് വേണ്ടി ജീവിക്കാനും നമുക്ക് കഴിയണമല്ലോ. അതുകൊണ്ട് ഗൗരവമായി നമ്മൾ ചിന്തിക്കണം, എന്താണ് ആത്മഹത്യയുടെ പിന്നിലെ കാരണങ്ങൾ? അത് ഭൗതികമായിട്ടും കാണണം, ആത്മീയമായിട്ടും കാണണം. ഒരു പൊതുസമൂഹത്തിനകത്ത് ആത്മഹത്യ വർദ്ധിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏറെയും ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടി വരിക. ഇന്ത്യയിൽ നമുക്ക് ആധികാരികമായിട്ട് എടുക്കാവുന്ന കണക്ക് നാഷണൽ ക്രൈം ബ്യൂറോയുടെ കണക്കാണ്.
ആ കണക്കനുസരിച്ച് 2014 മുതൽ 22 വരെയുള്ള കാലഘട്ടത്തിൽ 60,000 കർഷകരാണ് ആത്മഹത്യ ചെയ്തത്. രാജ്യത്തിന്റെ പല കാര്യങ്ങളെക്കുറിച്ചും അഭിമാനിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, നമുക്ക് അന്നം വിളമ്പാൻ സ്വന്തം ജീവിതം വയലേലകളിൽ വീർപ്പൊഴുക്കുന്നവർ ആത്മഹത്യാ മുനമ്പിലാണ്. 22-ന് ശേഷം 23-ൽ ഈ കണക്ക് അവതരിപ്പിക്കപ്പെട്ടില്ല. ഇതുവരെ വെളിച്ചം കണ്ടിട്ടില്ല. കാരണം അതിനേക്കാൾ കൂടിയ നിലയിലാണ് ഇന്നത്തെ സ്ഥിതി എന്ന് നമുക്കറിയാം. ഒരു രാജ്യത്ത് അവിടുത്തെ കർഷകർ അല്ലെങ്കിൽ പൗരൻ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നതിന് ഉത്തരവാദിത്വമുള്ള ഒരു ഗവൺമെന്റിന് ഉത്തരം പറയേണ്ടി വരും. കാരണം മനുഷ്യന്റെ ജീവിതത്തിന്റെ സുരക്ഷിതത്വവും നിലനിൽപ്പും ഭരണകൂടങ്ങൾക്ക് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ത്യ ഓരോ പൗരനും ചേർന്നതാണ്. പൗരസമൂഹമാണ് ഇന്ത്യ, അല്ലാതെ ഒരു രാജാവിന്റെ കീഴിലുള്ള ഇടമല്ല. ഇന്ത്യ കേവലമായി ഒരു ഭൂപ്രദേശത്തിന്റെ ഭാഗമായിട്ട് പറയുന്ന പേരല്ല. നാം ഇന്ത്യക്കാർ എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ നമ്മൾ ഭരണഘടന ആരംഭിക്കുന്നത്. ഇന്ത്യയിൽ ഈ നാം എന്ന് പറയുന്നതിൽ 60,000 കർഷകർ വിളവിന് വില കിട്ടാത്തതുകൊണ്ട്, കടഭാരം വർദ്ധിച്ചതുകൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു എന്നൊരു ഘട്ടമുണ്ടാകുമ്പോൾ ആത്മഹത്യകളുടെ ഭൗതിക പരിസരത്തെ നമുക്ക് മനസ്സിലാവും. കഠിനമായ ദാരിദ്ര്യവും കടക്കിണിയും ആത്മഹത്യയിലേക്ക് മനുഷ്യനെ തള്ളിവിടുന്നുണ്ട്. വിളവിലുണ്ടാകുന്ന തകർച്ച, കടം, സാമ്പത്തിക പ്രതിസന്ധി എന്നിവ ഈ കർഷകരെ ഞെരുക്കുന്നു എന്നതിന്റെ അടയാളമാണ് ഈ പറഞ്ഞ ഭീമമായ കണക്ക്. നാം ഒരിക്കലും ആലോചിക്കാതെ പോകുന്ന കാര്യമാണ്. നമ്മൾ ഉറങ്ങി ഉണർന്ന് ജീവിതം ഇങ്ങനെ സാധാരണഗതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി അന്നം വിളമ്പാൻ അധ്വാനിക്കുന്നവൻ ഇപ്രകാരം ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു, ആ ദുസ്ഥിതിയിലാണ് എന്ന കാര്യത്തെക്കുറിച്ച് നമുക്കൊരു ബോധ്യം ഉണ്ടാകുന്നില്ല. NCRBയുടെയും കൃഷി മന്ത്രാലയത്തിന്റെയും കണക്കനുസരിച്ചാണ് ഈ കണക്ക് കണക്കിൽപ്പെട്ട കണക്കാണ്. കണക്കിൽപ്പെടാത്തത് എന്തുണ്ടെന്ന് നമുക്കിപ്പോഴും നിശ്ചയമില്ല. ഈ കണക്കിൽ മഹാഭൂരിപക്ഷം ഉള്ളത് മഹാരാഷ്ട്ര, കർണാടക, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലാണ്. ബാങ്കുകളിൽ നിന്നും NBFCകളിൽ നിന്നും വാങ്ങിയ കടങ്ങൾ, സ്വകാര്യ കടങ്ങൾ എന്നിവ വർദ്ധിച്ച് ദുരിതപൂർണമായി മാറിയ ഒരു ചുറ്റുപാടാണ് കർഷകർ നേരിടുന്നത്. ഇത് കർഷകരെ മാത്രം സംബന്ധിക്കുന്ന കാര്യമല്ല, മറ്റു ജനവിഭാഗങ്ങൾക്കകത്തും ഒരു പ്രധാന കാര്യമായിട്ട് നമുക്ക് കാണാവുന്നത് കടഭാരമാണ്. കർഷകർ നേരിടുന്ന പ്രത്യേക സാഹചര്യങ്ങൾ, അതിവർഷമുണ്ടാവുന്നു, കീടബാധ ഉണ്ടാവുന്നു, വരൾച്ച ഉണ്ടാവുന്നു. അക്കാരണങ്ങളാലൊക്കെ വിളവ് നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. ഒപ്പം തന്നെ അവരുടെ വിളവിന് വേണ്ട വില കിട്ടുന്നില്ല, വിപണന മാർഗങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന കാര്യവും ഇത്തരത്തിൽ കർഷകരെ നേരിടുന്ന പ്രശ്നങ്ങളാണ്. കർഷകർ മാത്രമല്ല, ലോകത്ത് ജീവിക്കുന്ന സാധാരണ മനുഷ്യർക്കിടയിൽ ജീവിത പ്രതിസന്ധികൾ, കടഭാരം, അവരുടെ ജീവിത പ്രയത്നങ്ങൾ ഫലിക്കാതെ വരുന്നത്, ചെറുകിട സ്ഥാപനങ്ങൾ പൂട്ടിപ്പോകുന്നത് ഒക്കെ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുണ്ട്. വലിയ കമ്പോളങ്ങൾ ഉയർന്നു വരികയും ചെറുകിട കച്ചവടക്കാർ കടകൾ പൂട്ടി എല്ലാം അവസാനിപ്പിച്ച് എന്നിലേക്ക് പോകേണ്ടി വരികയും ചെയ്യുന്നു. ജീവിതഭാരമാകട്ടെ, ജീവിതത്തിൽ ആവശ്യങ്ങളുടെ വർധനവുണ്ടാകുന്നു, സാമ്പത്തിക ആവശ്യങ്ങൾ ക്രമാതീതമായി വർദ്ധിക്കുന്നു. നിലനിന്ന് പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ ദുർബലരായവർ വീണു പോകാനിടയുണ്ട്. ഇത്തരത്തിൽ സാമ്പത്തിക രംഗവും ജീവിത പ്രതിസന്ധികളും ഗൗരവമായ ഒരു സ്ഥാനം ആത്മഹത്യയുടെ പിന്നിൽ വഹിക്കുന്നുണ്ട് എന്ന കാര്യം വിസ്മരിക്കാൻ സാധ്യമല്ല. വിശ്വാസപരമായ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നതിന് മുമ്പ് ഭൗതികമായ ചുറ്റുപാടുകൾ കാണണം. നമ്മുടെ മുമ്പിൽ കഷ്ടപ്പെടുന്നവരും വേദനിക്കുന്നവരുമായവരെ കാണുമ്പോൾ, കടബാധ്യതയും മുങ്ങിയവരെ കാണുമ്പോൾ നിശ്ചയമായും നാം ഓർക്കേണ്ടത്, ഇത്തരമൊരു പരിതസ്ഥിതി നമ്മുടെ വീടിന് അടുത്ത് വരെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഒരുപക്ഷെ സുരക്ഷിതരായിരിക്കാം, പക്ഷെ തൊട്ടടുത്ത് വരെ ഈ കടഭാരം, ബാങ്ക് ബാധ്യതകൾ, അതേപോലെ തന്നെ ജീവിതത്തിന്റെ ഉയർന്നു വരുന്ന സാമ്പത്തിക ബാധ്യതകൾ അവയെല്ലാം പ്രശ്നമായി മാറുന്നുണ്ട്, മുൻപോട്ട് പോകാൻ തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് എന്ന കാര്യത്തെ അവഗണിക്കാൻ സാധ്യമല്ല. കേരളത്തിൽ ആത്മഹത്യകളുണ്ട്, ആത്മഹത്യകളുടെ തോത് വർദ്ധിച്ചതാണ്. പക്ഷേ ഈ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട ആത്മഹത്യകൾ കുറവാണ്. കാരണം ഇവിടെയുള്ള ക്ഷേമ മാർഗങ്ങളും സുരക്ഷിതത്വം നൽകുന്ന പദ്ധതികളുമൊക്കെ വിഭാവനം ചെയ്ത് മുൻപോട്ട് പോകുന്നതുകൊണ്ട് കേരളത്തിൽ അത്തരത്തിലുള്ള പ്രശ്നമല്ല അധികമായിട്ട് കാണുക. എങ്കിലും പൊതുവിൽ ആത്മഹത്യകളുടെ അടിസ്ഥാന കാരണമായ ഒന്ന് സാമ്പത്തിക രംഗമാണ്. രണ്ടാമത്തെ പ്രധാന കാരണം മാനസിക പ്രശ്നങ്ങളാണ്. ഡിപ്രഷൻ ഉണ്ടാകുന്നു, ഡിപ്രഷന്റെ ഭാഗമായി നിരാശ, ആത്മവിശ്വാസമില്ലായ്മ, ജീവിതത്തിന് അർത്ഥമില്ലെന്ന് തോന്നൽ എന്നിവയൊക്കെ വർദ്ധിച്ചു വരുന്നതായി നമുക്ക് കാണാം. ഇത് വിദ്യാഭ്യാസമുള്ളവരുടെ ഇടയിൽ പോലും നമുക്ക് കാണാവുന്ന ഒരു കാര്യമാണ്. വിദ്യാഭ്യാസം ജീവിതത്തെ സ്പർശിക്കാത്തതായിട്ട് പോകുന്നു. അത് ഒരു വ്യക്തിത്വത്തെ രൂപീകരിക്കുന്നതിൽ പലപ്പോഴും പരാജയപ്പെടുന്നതിന്റെ ലക്ഷണം കൂടിയാണ്.
ആത്മഹത്യക്ക് ചിലപ്പോൾ മാനസിക രോഗങ്ങൾ കാരണമായിട്ട് മാറും. ബൈപ്പോളർ ഡിസോർഡർ, അതേപോലെ സ്കിസോഫ്രീനിയ എന്ന് പറയുന്ന രോഗം, അത്തരത്തിലുള്ള രോഗങ്ങൾ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്നവയാണ്. ഈ രോഗാവസ്ഥയുള്ളവരും ആത്മഹത്യയിൽപ്പെടാം. വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ ഇത്തരം കാര്യങ്ങളും കൂടി നാം പരിഗണിക്കണമെന്നതുകൊണ്ടാണ് ഈ ഭൗതിക സാഹചര്യങ്ങളെ കുറിച്ച് കൂടുതൽ പറയേണ്ടി വരുന്നത്. അതോടൊപ്പം ഒരു പ്രധാന കാര്യമായിട്ട് വരുന്നതാണ് മദ്യം, മയക്കുമരുന്ന് പോലെ ഉള്ള മനുഷ്യനെ അടിമപ്പെടുത്തുന്ന ചില ഉപയോഗങ്ങൾ, വസ്തുക്കളുടെ ഉപയോഗം. ഇപ്പൊ ലഹരി വസ്തുക്കളുടെ ഉപയോഗങ്ങൾ അത്തരത്തിലേക്ക് ഉണ്ടാകാം. ലഹരി ആദ്യം ഉപയോഗിക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവുന്നു, പിന്നെ ആ സന്തോഷം നിലനിൽക്കാൻ വേണ്ടി ലഹരി വേണമെന്ന് വരുന്നു, പിന്നെ സ്വാഭാവികത നിലനിൽക്കാൻ കൂടി മയക്കുമരുന്ന് ആവശ്യമായിട്ട് വരുന്നു. ആ മയക്കുമരുന്ന് ഉപയോഗിക്കാത്തപ്പോൾ ഒരു ഹെൽ എക്സ്പീരിയൻസിലേക്ക് പോകുന്നു. അങ്ങനെ ആദ്യം ആനന്ദം ഉണ്ടാക്കാനായി തുടങ്ങുന്ന മാർഗങ്ങൾ പിന്നെ ഒരു നരകാനുഭവത്തിലേക്ക് നയിക്കുന്നു. അങ്ങനെ ഈ മയക്കുമരുന്നുകളുടെ ലഭ്യതയില്ലാതെ വരുമ്പോഴോ അല്ലെങ്കിൽ മയക്കുമരുന്നുകൾ നൽകുന്ന അമിതമായ മാനസിക സംഘർഷങ്ങൾ മുഖേനയോ ആത്മഹത്യകൾക്ക് പ്രേരിപ്പിക്കപ്പെടുന്നു. ഈ സാഹചര്യവും നമ്മുടെ സമൂഹത്തിൽ നിലവിലുള്ളതാണ്. ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പഠിക്കേണ്ടതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മളിതൊക്കെ തിരിച്ചറിയണം. നമ്മുടെ ചുറ്റുവട്ടത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഈ ഒരു സാധ്യത അതിന്റെ മുമ്പിൽ വരുന്നുണ്ട്. ഒരാൾ ഡിപ്രസ്ഡ് ആയിട്ട് കാണുമ്പോൾ, ഒരാൾ നിരാശപ്പെട്ട് കാണുമ്പോൾ അവഗണിക്കാതെ ചേർത്ത് പിടിക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. ഒരാൾക്ക് മാനസികമായ വൈകല്യങ്ങൾ ഉണ്ടാകുമ്പോൾ, രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ ശ്രദ്ധിക്കാൻ നമുക്ക് കടപ്പാടുണ്ട്. അതേപോലെ മയക്കുമരുന്ന് ആദിയായവയുടെ ഉപയോഗങ്ങൾ മൂലം സമൂഹം ഇങ്ങനെ ബലം കുറഞ്ഞതായി മാറുമ്പോൾ, ദുർബലമായി കൊണ്ടിരിക്കുമ്പോൾ അതും ആത്മഹത്യയിലേക്ക് വഴിവെക്കും. മനുഷ്യമഹത്വത്തിന് വിപരീതമാകുന്ന ഇത്തരം സാഹചര്യങ്ങളെ നേരിടാൻ വിശ്വാസികൾ ഒരുങ്ങേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത്. ഇനി ജനിതകമായ ചില പ്രേരണകളുണ്ട്. അതായത് നമുക്കൊരു പ്രശ്നത്തെ നേരിടേണ്ടത് എങ്ങനെയെന്നൊരു ബോധ്യം സാമാന്യന് നമ്മിൽ തന്നെയുണ്ട്. ഒന്ന്, അതിനെ പ്രതിരോധിക്കുക, അതല്ലെങ്കിൽ അതിനെതിരെ നിലകൊള്ളുക, അതിനെ മറികടക്കുക, അതല്ലെങ്കിൽ ഒളിച്ചോടുക എന്നാണ്. ചില സ്റ്റാൻഡേർഡായി നിന്ന് പോകും. ഒരു ഭൗതിക സാഹചര്യം പ്രതികൂലമാകുമ്പോൾ നിലനിൽപ്പിന് വേണ്ടി പ്രത്യേകിച്ച് എന്താണ് ചെയ്യേണ്ടതെന്ന് കൺഫ്യൂസ്ഡ് ആയി പോകുന്ന അവസ്ഥ നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവർക്കുണ്ടാവും. ഇങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മൾ കണ്ടുമുട്ടാനുള്ളത് കൊണ്ടാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഒരു കാര്യത്തെ, ഒരു ജീവിത പ്രതിസന്ധിയെ പ്രതിരോധിക്കാനുള്ള കെൽപ്പാണോ ഉള്ളത്? ജീവിതത്തിലുണ്ടാകുന്ന അപമാനമാകാം, സഹനമാകാം, സാമ്പത്തികമായ തകർച്ചയാകാം. അതുണ്ടാകുമ്പോൾ അതിനെ നേരിടാൻ കഴിവില്ലാതെ തളർന്നു പോകുന്നുണ്ടോ? സ്തംഭിച്ചു നിൽക്കുകയാണോ ചെയ്യുന്നത്? അതേപോലെ ഒളിച്ചോടുന്ന പ്രവണതയുണ്ടോ? നമ്മുടെ കൂടെ ഉള്ളവരെയും ചുറ്റുവട്ടത്തുള്ളവരെയൊക്കെ നമ്മൾ പരിശോധിക്കണം. ജീവിതത്തിന്റെ ബലം പ്രകടമാകുന്ന എവിടെയാണ്? നമ്മൾ ഒരു പ്രശ്നത്തെ നേരിടാൻ കരുത്തുള്ളവരായി മാറുമ്പോഴാണ്. ഈ കരുത്ത് വിശ്വാസം മുഖേനയാണ് നൽകപ്പെടുന്നത് എന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് വേറെ ചിന്തിക്കാം. പക്ഷെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടും നിരാശരായും ഇത്തരത്തിൽ ഏതെങ്കിലും അസ്വസ്ഥതകളിൽ ഒരാൾ പെട്ടുപോകുന്നുണ്ടെന്ന് കാണുമ്പോൾ അവിടെ പ്രവർത്തിക്കേണ്ട ബാധ്യത ഒരു വിശ്വാസിക്കുണ്ട്. അവരെ ഈ അവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കാൻ നമുക്ക് കടപ്പാടുണ്ട്. സാമൂഹികമായ ഒരു ഉത്തരവാദിത്വമാണ്. കാരണം ജീവൻ ദൈവം നൽകുന്നതാണെന്ന ബോധ്യമാണ് നമുക്കുണ്ടാകേണ്ടത്. ആ ബോധ്യമുള്ളപ്പോൾ എൻ്റെ ജീവൻ എത്രയോ പ്രാധാന്യമുണ്ടോ അത്ര തന്നെ എൻ്റെ സഹജീവിയുടെ ജീവനും പ്രാധാന്യമുണ്ടെന്ന് കാണണം. അതുകൊണ്ട് ശ്രദ്ധിക്കപ്പെടാതെ പോകരുത്, അവഗണിക്കരുത്. ചുറ്റുവട്ടത്തുള്ളവർ, അത് കുടുംബത്തിലുള്ളവരായാലും അയൽവക്കത്തുള്ളവരായാലും, അവർ ചെന്നുപെടുന്ന മാനസികമായ അസ്വസ്ഥതകളെയും അവർ അനുഭവിക്കുന്ന ഭാരങ്ങളെയൊക്കെ നമ്മൾ ഓർക്കണം എന്നാണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അതേപോലെ തലച്ചോറിനകത്തുണ്ടാകുന്ന സംവേദക ഇടപെടലുകൾ നിർവഹിക്കുന്ന രണ്ട് രാസപദാർത്ഥങ്ങൾ ഡോപ്പോമിൻ, സെറോട്ടോണിൻ, അവയുടെ അസന്തുലിതാവസ്ഥയും ആത്മഹത്യക്ക് പ്രേരണകമായി മാറാവുന്നതാണ്. അപ്പൊ ഇത് ഒരാൾക്ക് എന്തെങ്കിലും ഡിപ്രഷനോ അസ്വസ്ഥതയോ ഉണ്ടാകുമ്പോൾ, ഒരാൾക്ക് അയാളുടെ ജീവിതത്തെ നേരിടാൻ കഴിയാത്തതായ ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചികിത്സയാണ് ആവശ്യമെങ്കിൽ ആ മേഖലയിൽ ചികിത്സ ലഭിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഹോർമോൺ വ്യതിയാനങ്ങൾ ഉണ്ടാകുമ്പോഴും ഇത്തരം അവസ്ഥകളിലേക്ക് മനുഷ്യർ കടന്നു പോകാം. ഒരുപക്ഷെ അയാൾക്ക് ഭൗതികമായ ചുറ്റുപാടുകൾ നേരിടുന്നതിനേക്കാൾ കൂടുതൽ പ്രതിസന്ധികൾ ആന്തരികമായിട്ടാണ് അനുഭവിക്കുന്നുണ്ടാകാം. അതിന്റെ ലക്ഷണങ്ങൾ കാണുമ്പോൾ, ഇത്തരം അസ്ഥിരതകൾ കാണുമ്പോൾ അവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ചില പ്രവണതകൾ, സ്വയം നിഷേധത്തിനുള്ള പ്രവണതകൾ ഉണ്ടാകുമ്പോൾ അവരെ ചികിത്സയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് എന്നുകൂടി നമ്മൾ ഓർക്കണം. അതേപോലെ ശാരീരിക രോഗങ്ങൾ, ക്രോണിക്കായ വേദനകൾ, നിരന്തരമായി അനുഭവിക്കുന്ന വേദനകൾ, ലൈംഗിക രോഗങ്ങൾ, നമ്മുടെ എയ്ഡ്സ് പോലുള്ള രോഗങ്ങൾ, അതേപോലെ ആക്സിഡന്റുകളിലൊക്കെ അംഗവിഹീനത്വമൊക്കെ സംഭവിക്കുമ്പോൾ പെട്ടെന്ന് ജീവിതം പരിമിതപ്പെട്ടു പോകുന്നു എന്ന് തോന്നുമ്പോൾ ഉണ്ടാകുന്ന വിഹുലതയുണ്ട്. അതും ആത്മഹത്യയിലേക്ക് നയിക്കാവുന്നവയാണ്. ഇത്തരത്തിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരെ കാണുമ്പോഴും ആ സഹാനുഭൂതിയോടെ അവരെ ചേർത്ത് പിടിക്കാനും അവരുടെ ജീവിതത്തിൽ ആത്മവിശ്വാസം പകർന്നു കൊടുക്കാനും വിശ്വാസം മുഖേന നമുക്ക് കഴിയണം. ഇനി വൈകാരികമായ അസന്തുലിതാവസ്ഥയുള്ളവരെ, ഭയങ്കരമായി മൂഡ് ചേഞ്ചുള്ള ആളുകളുണ്ട്. അത്തരം ആളുകളെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അത്തരം ആളുകൾക്ക്
തുണ നൽകാനും അവരെ അവരുടെ വൈകാരിക പ്രക്ഷുബ്ധതയിൽ നിന്ന് മോചിപ്പിക്കാനും നമുക്ക് കഴിയണം. ഇതിനേക്കാളൊക്കെ പ്രധാനമാണ് ആധുനിക ലോകം നേരിടുന്ന ഒരു ഒറ്റപ്പെടൽ. വ്യക്തി എന്ന നിലയ്ക്ക് പരിമിതപ്പെട്ടു പോകണം. ഒരു പറ്റമെന്ന നിലയിൽ നിന്ന് വ്യക്തി എന്ന നിലയിലേക്ക് മനുഷ്യനുണ്ടായ വികാസത്തോടൊപ്പം അവൻ നേരിടുന്ന ആന്തരികമായൊരു വൈരുദ്ധ്യമാണ് അവൻ ഒറ്റപ്പെട്ടു പോകുന്നു, ആരുമില്ലാത്തവനായി തോന്നുന്നു എന്നുള്ളത്. ഒറ്റപ്പെട്ടു പോകുന്നവർക്ക് രണ്ട് പ്രശ്നങ്ങൾ സംഭവിക്കും. ഒന്ന്, അവർക്ക് ഇത് ആരുമായി പങ്കിടാൻ കഴിയുന്നില്ല. തങ്ങൾക്കുണ്ടാകുന്ന വൈകാരികമായ അസ്വസ്ഥതകളെ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ കഴിയുന്നില്ല. മറ്റൊന്ന്, മറ്റുള്ളവരോടൊരു ബാധ്യതയുമില്ല. ഓരോ വ്യക്തിയും മറ്റുള്ളവരോട് ബാധ്യതയുള്ളവരാണ്. നാം ഓരോരുത്തരും ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് ഒറ്റയായി ജീവിക്കാൻ കഴിയില്ല. ചുറ്റുപാടുകളുടെ ഉത്തരവാദിത്വമുണ്ട്. ഈ ഉത്തരവാദിത്തങ്ങളിലൊന്നും ഇടപെടാതെ സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്ന മനുഷ്യനാണ് കൂടുതൽ ഇത്തരത്തിൽ കെണികളിൽ ചെന്ന് ചാടുന്നത്. അവനവന്റെ കാര്യം മാത്രം നോക്കി ഞാൻ മാത്രമായ ലോകം, സെൽഫ് സെൻട്രിക്കായ ലോകം ഉണ്ടാകുമ്പോൾ ആ ലോകത്തിനകത്ത് മനുഷ്യന് വീർപ്പ് മുട്ടും. അവനാരോടും ബാധ്യതയില്ല, ആരോടും പങ്കുവെപ്പില്ല, ആരോടും സ്നേഹമില്ല. വ്യക്തിപരമായ അവനവനെ മാത്രം ഇങ്ങനെ താലോലിക്കുന്നത് കൊണ്ട് അയാൾ ക്രമേണ ചെന്നുപെടാവുന്ന ഒരു കാര്യം അയാൾ ആത്മാഭിമാനം എന്ന ദുരഭിമാന ബോധത്തിന്റെ കൂടി ഭാഗമായിട്ട് മാറും. അങ്ങനെ ദുരഭിമാന ബോധത്തിന്റെ ഭാഗമായിട്ട് മാറുമ്പോൾ, അഹങ്കാരത്തിന്റെയൊക്കെ ഭാഗമായിട്ട് മാറുമ്പോൾ എനിക്ക് ഞാൻ തന്നെയാണ് പ്രതിവിധിയെന്നും എന്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ശക്തി ഞാനാണെന്നൊരു തോന്നലുണ്ട്. അപ്പൊ വ്യക്തിപരമായി മനുഷ്യന് വ്യക്തിതലത്തിലുള്ള വളർച്ച ഉണ്ടാകുന്നത് അപകടകരമായ ഒരു സ്ഥിതി കൂടി നൽകുന്നുണ്ട്. ആധുനിക സമൂഹമായ കേരളത്തിൽ പ്രത്യേകിച്ച് ആത്മഹത്യ വർദ്ധിക്കുന്നതിനകത്ത് ഇത്തരം ഒരു കാര്യം കൂടി ഉൾച്ചേർന്നിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ കാലത്ത് സാമൂഹ്യ ബന്ധങ്ങളിൽ നിന്ന് അകന്നു പോകുന്നു. ഒത്തിരിയേറെ സൗഹൃദങ്ങളുണ്ട്, പക്ഷെ ആരും സുഹൃത്തുക്കളല്ലെന്ന് ഈ സൗഹൃദങ്ങളിൽ ഏർപ്പെടുമ്പോൾ തന്നെ അറിയാം. ഹായ് ഹായ് ഒക്കെ പറയുന്നു, ഇങ്ങനെ സന്ദേശങ്ങൾ കൈമാറുന്നു എന്നല്ലാതെ ഹൃദയപരമായ ബന്ധം ഉണ്ടാകുന്നില്ല. ഒരു ആരോടും പ്രതിബദ്ധതയോ ആരുമായും ഒരു സ്നേഹബന്ധമോ പുലർത്താൻ കഴിയാത്ത രീതിയിൽ പരിമിതപ്പെട്ടു പോകുന്നുണ്ട്. ഈ പരിമിതി സാമൂഹ്യ മാധ്യമങ്ങളുടെ ഉപയോഗത്തിൽ തന്നെ വരുത്തുന്ന ഒരു അപകടമാണ്. സാമൂഹ്യ മാധ്യമങ്ങൾ സമൂഹത്തിലേക്ക് നമ്മെ തുറക്കുന്നുവെന്നാണ് നാം കരുതുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ അവനവനിലേക്ക് തന്നെ ഒതുക്കിക്കളയുന്ന ഒരു പ്രവണതയും അതിനകത്ത് ഉൾച്ചേർന്നിട്ടുണ്ട്. ഇതും ഒരു അപകടകരമായ കാര്യമാണ്. ഇതിനൊക്കെ നിഷേധിക്കാനല്ല പറയുന്നത്, ഇതൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പിശാചാണ് അതിന്റെ പുറകിലെന്നാണ് സാമാന്യമായി വിശ്വാസികൾ കരുതുന്നത്, അല്ലെങ്കിൽ അങ്ങനെ കരുതാൻ നിർബന്ധിക്കപ്പെടുന്നത്. ഈ അടുത്ത് കണ്ട പല സന്ദേശങ്ങളിലും ആത്മഹത്യകളുടെ പിന്നിലെ വില്ലൻ പിശാചാണെന്ന് കണ്ടു. യഥാർത്ഥത്തിൽ എന്താണ് ഈ സാമൂഹ്യ പശ്ചാത്തലമെന്നും ജീവിതമെന്നും ജീവിതത്തിനകത്ത് മനുഷ്യൻ നേരിടുന്ന പ്രതിസന്ധി എന്നും ഒക്കെ തിരിച്ചറിയാൻ ഇത്തരത്തിൽ കൂടി നമുക്ക് കഴിയണം എന്നതുകൊണ്ടാണ് ഇക്കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളോട് സംസാരിച്ചത്. ലോകത്ത് നടക്കുന്ന ആത്മഹത്യകളുടെ 17% ഇന്ത്യയിലാണ്. 77% സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന, സാമൂഹ്യമായ പരിമിതികൾ അനുഭവിക്കുന്ന രാജ്യങ്ങളിലാണ് എന്നുകൂടി നമ്മൾ കാണും. ഇനി ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ പെട്ടെന്ന് സാധിക്കണമെന്നൊരു ചിന്ത ഇപ്പൊ അങ്ങനെയുണ്ട്. ഇൻസ്റ്റന്റ് ആയിട്ടെല്ലാം കിട്ടണം, ഒന്ന് വിരൽ തോണ്ടിയാൽ എല്ലാം അടുത്ത് വരണം. അറിവ് അങ്ങനെ വരുന്നു, ആവശ്യങ്ങൾ അങ്ങനെ നിറവേറ്റപ്പെടുന്നു. ഇങ്ങനെ ലഭ്യതകളുടെ ഒരു ധാരാളിത്തം എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടുന്നു വരുമ്പോൾ അതിനെ അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് തന്റെ ജീവിതത്തിന് അർത്ഥമില്ലെന്ന നിലയിലേക്ക് ചിന്തിക്കാൻ ഇടയാക്കും വിധം മനുഷ്യനെ പ്രേരിപ്പിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളെ കൂടി നമ്മൾ പരിഗണിക്കണം. വിശ്വാസ മേഖലയിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ആരും ഒറ്റയ്ക്കല്ല. നമുക്ക് പലപ്പോഴും അംഗീകരിക്കാൻ കഴിയുന്നില്ല, നമ്മൾ ഒറ്റയ്ക്കായി കണക്കാക്കപ്പെടുന്നു. വിശ്വാസം നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശ്രയത്വം എന്താണ്? ദൈവം നമ്മോട് കൂടെയുണ്ടെന്നാണ്. എമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെയാണ്, നമ്മൾ ഒറ്റയ്ക്കല്ല. ഈ ലോകത്ത് എന്ത് പ്രതിസന്ധികൾ ഉണ്ടായാലും ഏത് സാഹചര്യം ഉണ്ടായാലും ദൈവം നമ്മുടെ പക്ഷത്തുണ്ട്. നമുക്കെതിരായിട്ടൊന്നിനും നിൽക്കാൻ സാധ്യമല്ല. യേശു അകമയുണ്ടെന്നൊരു ബോധ്യത്തിൽ ഹൃദയം വളരാത്ത കാലത്തോളം വിശ്വാസം നമുക്ക് രക്ഷാനുഭവം നൽകില്ല. രക്ഷ എന്ന് പറയുന്നത് കേവലം മരണശേഷമുള്ള ഒരു കാര്യം മാത്രമല്ലോ. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ രക്ഷാനുഭവം ഉണ്ടാകണം. ആ രക്ഷാനുഭവം എങ്ങനെയാണ്? എന്റെ ജീവിതത്തെ തകർക്കാൻ ഈ ലോകത്തിൽ ഒന്നിനും സാധ്യമല്ലെന്നും ക്രിസ്തു എന്നിലുണ്ടെന്നുള്ള ബോധ്യത്തോടെ മുമ്പോട്ട് പോകാൻ പറ്റണം. ഞാൻ ഒറ്റപ്പെടുകയല്ല. എനിക്ക് പരാജയങ്ങൾ ഉണ്ടാകാം, വീഴ്ചകൾ ഉണ്ടാകാം, പക്ഷെ ആ പരാജയം ശാശ്വതമല്ല. ഓരോ വീഴ്ചയുമാണ് പുതിയ പുതിയ കണ്ടെത്തലുകളിലേക്ക് പോലും ശാസ്ത്ര സാങ്കേതികതകളെ നയിച്ചത്. ഒരു വിമാനം പറത്തുമ്പോൾ ആ വിമാനത്തിന് കേടുപറ്റാതിരിക്കുമ്പോഴല്ല പുതിയൊരു വിമാനം കണ്ടുപിടിക്കുന്നത്. ആ വിമാനത്തിന് പറ്റിയ കേടുപാടുകൾ എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ്. അത് പ്രയോഗത്തിൽ എന്ത് മോശം വരുത്തി, എന്ത് വീഴ്ച വരുത്തി എന്നതിൽ നിന്നാണ് പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായത്. മനുഷ്യൻ ഇന്നത്തെ നിലയിൽ എത്തിയിട്ടുള്ളത് വിജയങ്ങൾ ആഘോഷിച്ചുകൊണ്ടല്ല, പരാജയങ്ങളിൽ നിന്ന് പഠിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാവുന്നു, ഒറ്റപ്പെട്ടു പോകുന്നു എന്നുള്ളത് വിശ്വാസിയെ സംബന്ധിച്ച് മാത്രമല്ല, ലോകത്ത് പൊതുവിൽ മനുഷ്യർക്ക് ഉണ്ടാക്കി നൽകേണ്ട ഒരു ബോധ്യം എന്താണ്? അത് അതിജീവനത്തിന്റെ ബോധ്യമാണ്. ഏത് പ്രതിസന്ധികളുമാണ് നമ്മെ മുൻപോട്ട് നയിക്കുന്നത്.
അപ്പൊ അതുകൊണ്ട് ഒറ്റപ്പെട്ടു പോകുന്നില്ല, തകർന്നു പോകുന്നില്ല, ദൈവം കൂടെയുണ്ട് എന്നൊരു ബോധ്യം നമുക്ക് പ്രധാനമായിട്ടുണ്ടാകണം. ആ ബോധ്യമില്ലാതെ പോകുമ്പോഴാണ് വിശ്വാസത്തിൽ പലപ്പോഴും വീണു പോകുന്നത്. വിശ്വാസത്തിൽ വീണു പോകുമ്പോൾ നിത്യരക്ഷയെ സംബന്ധിച്ചുള്ള നമ്മുടെ ബോധ്യങ്ങളിൽ നമ്മൾ വീണു പോകുന്നു മാത്രമല്ല, ഈ ജീവിതത്തെ നേരിടുന്നതിന് നമ്മൾ വീണു പോകും. ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും അസ്വസ്ഥത ഉണ്ടാകുമ്പോഴും ഓർക്കേണ്ട കാര്യം സങ്കീർത്തനം 34:18 ഹൃദയം തകർന്നവരുടെ കൂടെയാണ് ദൈവം. തകർന്ന ഹൃദയങ്ങൾ അവിടത്തേക്ക് അറിയാം. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ തിരിച്ചറിയുന്ന മറ്റാരും ലോകത്തില്ലെന്നറിയണം. നമ്മുടെ ഹൃദയത്തെ തിരിച്ചറിയുന്നത് ക്രിസ്തു മാത്രമാണ്. അവന് തിരിച്ചറിയാൻ കഴിയും, വേദന ഏറ്റത് മനസ്സിലാക്കാൻ കഴിയും, അപമാനം എന്തെന്ന് മനസ്സിലാക്കാൻ കഴിയും, മറ്റുള്ളവർ എങ്ങനെയാണ് ഒറ്റുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയും, കൂടെ നിൽക്കുന്നവർ തള്ളിപ്പറയുന്നതിന്റെ വേദന മനസ്സിലാക്കാൻ കഴിയും, എല്ലാവരും കൈവിട്ടു പോകുന്നതിന്റെ വേദന മനസ്സിലാക്കാൻ കഴിയും. ഇനി ജീവിതത്തിന്റെ പ്രതികൂലതയെ തിരിച്ചറിയുന്ന ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്നൊരു ബോധ്യമാണ് യഥാർത്ഥത്തിൽ നമുക്കുണ്ടാകേണ്ടത്. നമ്മുടെ ചുറ്റുവട്ടത്തെ ആരെങ്കിലും ഇങ്ങനെ മനം തകർന്നവരായി കാണുമ്പോൾ അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്, നിങ്ങളുടെ കാര്യം നടക്കാൻ പ്രാർത്ഥിക്കുന്നല്ല പറയേണ്ടത്, തകർന്ന ഹൃദയത്തെ അറിയുന്ന ഒരാൾ നിന്റെ കൂടെയുണ്ട്. അവനിങ്ങനെ മുറിവേറ്റവനാണ്, അപമാനിക്കപ്പെട്ടവനാണ്, കുറ്റാരോപിതനായവനാണ്, ശിക്ഷിക്കപ്പെട്ടവനാണ്. അങ്ങനെ ലോകം നൽകുന്ന എല്ലാ വേദനയും ഏറ്റുവാങ്ങിയ ഒരാൾ മരണത്തെ ജയിച്ച് നിന്റെ ഉള്ളിലുണ്ടെന്നും അവൻ നിനക്ക് തുണയായിട്ടുണ്ടെന്നും നിന്റെ ജീവിത പ്രതിസന്ധികളിൽ നീ ഒറ്റയ്ക്കല്ലെന്നും നമുക്ക് മറ്റുള്ളവരോടും പറയാൻ കഴിയണം. ആദ്യം വ്യക്തിപരമായത് അംഗീകരിക്കുകയും ആ ജീവിതാനുഭവത്തിൽ എത്തിച്ചേരുകയും ചെയ്താൽ മാത്രമേ നമുക്കിത് പറയാൻ കഴിയൂ. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പൈശാചിക ഇടപെടലുകൾ ഉണ്ടാകും. ജീവിതത്തിൽ കഷ്ടപ്പാടുകളും വേദനകളൊക്കെ ഉണ്ടാകുമ്പോൾ നിരാശപ്പെട്ടു പോകുന്ന അവസ്ഥ ഉണ്ടാകുന്നത് ഈ നിരാശയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന തിന്മയുടെ സ്വാധീനമാണ്. പ്രത്യാശയെ മൂടിക്കളയും വിധം ഒരു നിരാശ നിങ്ങളെ വന്ന് മൂടുന്നുണ്ടെങ്കിൽ ഒരു തിന്മയുടെ പ്രവർത്തനമായിട്ട് അറിയണം. നിങ്ങൾ ഒരു പിശാച് അടിമപ്പെടുത്തി ആത്മഹത്യ ചെയ്യിക്കുന്നു എന്ന് ഒരിക്കലും കരുതരുത്. കാരണം അങ്ങനെ നമ്മുടെ ജീവൻ ഹനിക്കാനുള്ള അനുവാദം പിശാചിന് ദൈവം കൊടുത്തിട്ടില്ല. പഴയ നിയമത്തിൽ പോലും പിശാചിന് ഒരു ജീവൻ എടുക്കാനുള്ള അധികാരമില്ല. അപ്പൊ അവനെ നിരാശയിലേക്ക് തള്ളുന്നു, അമിതമായ ദുഃഖത്തിലേക്ക് തള്ളുന്നു, ആരുമില്ലെന്ന് ബോധ്യത്തിലേക്ക് കൊണ്ടിരുന്നു. ഇത്തരത്തിലൊക്കെ പൈശാചിക സ്വാധീനങ്ങൾ പ്രവർത്തിക്കാം. പക്ഷെ യഥാർത്ഥത്തിൽ വിശ്വാസം മുഖേന ഹൃദയത്തിനകത്ത് ദൈവമുണ്ട് എന്നൊരു ബോധ്യം ഒരാളിൽ വളർന്നാൽ നിശ്ചയമായും അയാൾക്ക് ഇതിനെ മറികടക്കാൻ കഴിയും. നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ ദൈവിക വ്യക്തിത്വത്തെക്കുറിച്ചുള്ള ബോധ്യമില്ലായ്മ വരുമ്പോഴാണ് നമ്മുടെ ദുരഭിമാനം നമ്മളെ കയറി ഭരിക്കുന്നത്. പുരോഹിതരടക്കം ആത്മഹത്യ ചെയ്യുന്ന ചുറ്റുപാടുകൾ നമ്മുടെ സമൂഹത്തിൽ കാണാം. പുരോഹിതരും മനുഷ്യരാണ്. അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ തനിക്ക് പങ്കുവയ്ക്കാൻ വേറെ ആരും ഇല്ലാണ്ട് വരുന്നു. തന്റെ അഭിമാനം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ദുരഭിമാനം എന്നതിനെ ഉണർത്തി പിശാച് നമ്മെ പിടികൂടാൻ നോക്കും. അങ്ങനെ ദൈവത്തിനെതിരായ ഒരു നിലപാടെടുക്കാൻ പിശാച് പ്രേരണ നൽകും എന്നൊരു വാസ്തവമാണ്. പക്ഷേ പിശാചാണ് ആത്മഹത്യയുടെ പിന്നിലെ വില്ലൻ എന്ന് കരുതരുത്. ആത്മഹത്യയുടെ പിന്നിലെ വില്ലൻ എന്താണ്? അത് പ്രധാനമായും ഞാനാണ് എൻ്റെ ഉടയവൻ എന്ന ബോധ്യമാണ്. ഞാൻ എൻ്റെ സ്വന്തമല്ലെന്നും ദൈവം എന്നെ അയച്ചിരിക്കുകയാണെന്നും ദൈവം എന്നെ അയച്ചിട്ടുള്ളത് മറ്റുള്ളവർക്ക് വേണ്ടിയാണെന്നും കരുതുമ്പോഴാണ് വിശ്വാസം പ്രായോഗക്ഷമാവുക. ആ ബോധ്യമില്ലാതെ വരുന്ന ഒരാളാണ് അവനവനിൽ കുടുങ്ങിപ്പോകുന്നത്. ഇങ്ങനെ സ്വാർത്ഥത്തിലും അഹങ്കാരത്തിലും അവനവനിലും കുടുങ്ങിപ്പോകുമ്പോഴാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിന് എതിരെ ഉണ്ടാകുന്ന ആരോപണങ്ങൾ, അപമാനങ്ങൾ, സഹനങ്ങളൊന്നും സ്വീകരിക്കാൻ പറ്റാത്തതായിട്ട് പോവുക. ദൈവം എന്റെ പക്ഷത്തുണ്ടെന്നും ഈ കഷ്ടതയും സഹനവും ക്ലേശവും ഒക്കെ ഞാൻ ജയിക്കുമെന്നും ക്രിസ്തുവിൽ എനിക്ക് ഉദ്ധാന ജീവിതമുണ്ടെന്നും ഈ ഭൂമിയിൽ ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവിലാണെന്നും ഒരാൾക്ക് ബോധ്യമുണ്ടായാൽ അയാൾക്ക് അതിനെ നേരിടാൻ പറ്റും. അപ്പൊ വിശ്വാസപ്പിഴവ് എന്നതും വ്യക്തിപരമായ ഉത്തരവാദിത്വം എന്നതും പ്രധാനമായിട്ട് കാണും. ഇത് വ്യക്തിപരമായ ഉത്തരവാദിത്വമാണ്. കത്തോലിക്ക സഭ ആത്മഹത്യ ഒരു പാപത്തിന് ഗണത്തിൽപ്പെടുത്തുന്നത് 5-ാം പ്രമാണ ലംഘനമായതിനെ കാണുന്നതിന്റെ പിന്നിലുള്ള കാര്യം എന്താണ്? അതിന് സാമൂഹ്യമായ ചുറ്റുപാടുകളെയും രോഗാവസ്ഥകളെയൊക്കെ സഭ പിന്നീട് പുനഃപരിശോധിക്കുന്നുണ്ട്. എങ്കിലും അതിന്റെ പ്രധാനപ്പെട്ട കാരണമായിട്ട് ദൈവനിഷേധം തന്നെയായിട്ടാണ് കാണുന്നത്. അങ്ങനെ കാണാൻ കാരണം എന്താണ്? അത് അവനവനെടുക്കുന്ന ഒരു തീരുമാനമാണ്. ഒരാൾ ആത്മഹത്യ ചെയ്യുമ്പോൾ അയാൾ ആ ചെയ്യുന്ന പ്രവൃത്തിയല്ല പാപകരമായിട്ടുള്ളത്, നമ്മൾ മനസ്സിലാക്കണം. അതിനെടുക്കുന്ന തീരുമാനമാണ്. മരിക്കാൻ തീരുമാനമെടുക്കുന്നു എന്നെടുത്ത് അയാൾ ദൈവത്തിന്റെ അലംഘനീയമായ നിയമത്തെ ലംഘിക്കുന്നു. ജീവൻ നൽകാനും എടുക്കാനും അധികാരമുള്ളവൻ ദൈവം മാത്രമാണ് എന്ന പരമാർത്ഥത്തെ അയാൾ തിരസ്കരിക്കുന്നു. അയാൾക്ക് വേണ്ടി ക്രിസ്തു ജീവൻ ബലിയർപ്പിച്ചു എന്നതിനെ നിഷേധിക്കുന്നു. അങ്ങനെ കൂടെ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ നിഷേധിച്ചുകൊണ്ട് അയാളിൽ തന്നെ തഴങ്ങുന്നു. അയാൾ ദൈവത്തെ ലംഘിക്കുന്നു. ഇത് 1-ാം പ്രമാണ ലംഘനമാണ്. അത്തരത്തിൽ ഒരാൾ വ്യക്തിപരമായി എടുക്കുന്ന തീരുമാനമാണ് പിഴവായിട്ടുള്ളത്. അയാൾ മരിക്കുകയോ മരിക്കൂല്ലെന്നുള്ളതോ മരിച്ച ശേഷം എന്തായിരിക്കും എന്നുള്ളതോ അല്ലെങ്കിൽ മരണസമയത്ത് ആ പ്രവൃത്തി യഥാർത്ഥത്തിൽ പാപകരമാണോ എന്നത് നമുക്ക് പറയാൻ കഴിയില്ല. ആത്മഹത്യ ചെയ്ത ഒരാൾ
സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. മരിയ ജോൺ ബിയാനിയുമായി ബന്ധപ്പെട്ടാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു സ്ത്രീ കുമ്പസാരിക്കാൻ ചെന്നു. എന്നിട്ട് ഭർത്താവ് ഭയങ്കര കുടിയനായിരുന്നു, ദുഷ്ടനായിരുന്നു, ഉപദ്രവമായിരുന്നു. ഒടുവിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. ഒരു പാലത്തിൽ നിന്ന് പുഴയിലേക്ക് ചാടിയാണ് ആത്മഹത്യ ചെയ്തത്. ഈ സങ്കടം സ്ത്രീ പറയാണ്. അതുകൊണ്ട് എന്റെ ഭർത്താവ് രക്ഷപ്പെട്ടിട്ടില്ല എന്ന് ഈ സ്ത്രീ പറയാണ്. ബിയാനി അച്ഛൻ ബൈലൊക്കേഷനൊക്കെ ഉള്ള ആളാണ്. ഒരേ സമയം കുർബാന ചെല്ലുകയും അതേസമയം തന്നെ കുമ്പസാരിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ്. അദ്ദേഹം ആ സ്ത്രീയോട് ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഇല്ല, അയാൾ നഷ്ടപ്പെട്ടിട്ടില്ല. അവര് പറഞ്ഞു, ഒരു സാധ്യതയില്ല. അവസാനം ചെയ്തത് സ്വയം കൊലപാതകമാണ്. 5-ാം പ്രമാണം പിന്നെ ലംഘിക്കുകയാണ്. അതുകൊണ്ട് ഒരു സാധ്യതയില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഇവരുടെ ഭർത്താവ് പാലത്തിന് മേളിൽ നിന്ന് താഴേക്ക് ചാടുന്ന സമയത്ത്, താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ കർത്താവെ രക്ഷിക്കണേ, തെറ്റിപ്പോയി എന്ന് അയാൾ പറഞ്ഞു. അത്ര അങ്ങനെ പറഞ്ഞപ്പോൾ മാലാഖമാർ വന്ന് അയാളെ സംഭവിച്ചു എന്നാണ് പറയുന്നത്. കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഒരാളുടെ മനോഗതി കുറെ നേരത്തേക്ക് ഒരേപോലെ ഇരിക്കുമെങ്കിലും അത് സ്റ്റേബിൾ ആകണമെന്നില്ല. ഇത്തരത്തിലുള്ള ദുരഭിമാനവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് ആത്മഹത്യക്ക് ഒരുങ്ങുന്നയാൾ ആത്മഹത്യയിൽ പെടുന്നതിന് മുമ്പുള്ള ഏതെങ്കിലും ഒരു നിമിഷത്തിൽ അയാൾ മാനസാന്തരപ്പെട്ടിട്ടുണ്ടാകാം, ദൈവത്തിന് അനന്ത കരുണയ്ക്ക് വേണ്ടി യാചിച്ചിട്ടുണ്ടാകാം, തെറ്റിപ്പോയതിനെ ഏറ്റു പറഞ്ഞിട്ടുണ്ടാകാം. നമുക്ക് പറയാൻ കഴിയില്ല അയാളുടെ അവസ്ഥ എന്താണ്. പിശാചാണ് നയിക്കുന്നതെന്ന് പറയുമ്പോൾ പിന്നെ പാപമില്ല. പാപം മനുഷ്യന് ഉത്തരവാദിത്തോടെ ചെയ്യുന്ന പ്രവൃത്തിയാണ്. ഹവ്വ തുടങ്ങി വെച്ച പരിപാടിയാണ്. കണ്ണിന് കൗതുകരം, ആസ്വാദ്യം, അറിവേകാൻ കഴിയുമെന്നതിനാൽ അഭികാമ്യവും എന്ന് കണ്ട് അവൾ അത് പറിച്ചു നിന്നു. തീരുമാനമെടുക്കുന്ന മനുഷ്യനാണ്. അതുകൊണ്ടാണ് മനുഷ്യന് ഉത്തരവാദിത്വം ഉണ്ടാകുന്നത്. അപ്പൊ ആത്മഹത്യ ചെയ്യുക എന്ന പ്രവൃത്തിയല്ല പ്രശ്നം. ആത്മഹത്യ ചെയ്യുന്നതിന് മുന്ന് ആത്മഹത്യ ചെയ്യാനെടുക്കുന്ന തീരുമാനം ഒരു ദൈവനിഷേധമാണ്. അത് പ്രമാണ ലംഘനമാണ്. അതിന്റെ നടപടി മാത്രമാണ് ആത്മഹത്യ ചെയ്യുമ്പോണ്ടാകുന്നത്. ആത്മഹത്യ ചെയ്യുമ്പോൾ മരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരാള് വിഷം കഴിച്ചു, അതുകൊണ്ട് അയാൾ മരിക്കണമെന്ന് നിർബന്ധവും. വിഷം കഴിക്കാൻ എടുത്തിട്ട് ആ വിഷം കയ്യിൽ നിന്ന് മറിഞ്ഞു പോയ ഒരാളെ എനിക്കറിയാം. അദ്ദേഹം എനിക്ക് ഫോൺ ചെയ്യാം, അവസാനത്തെ കോൾ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ വിളിക്കുകയാണ്. അങ്ങനെ വിളിച്ചു. ഞാൻ പറഞ്ഞു, നിനക്ക് ആത്മഹത്യ ചെയ്യാൻ സാധിക്കില്ല. ജീവന്റെ ഉടയവൻ ദൈവമാണ്. നീ വിഷം കഴിച്ചാലും മരിക്കില്ല. കാരണം നിന്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവമാണ്, ജീവൻ നൽകുന്നത് ദൈവമാണ്. ആ അധികാരം ദൈവത്തിനാണ്. ഇത് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വിഷക്കുപ്പി അറിയാതെ മറിഞ്ഞ് താഴെ വീണുപോയി. അങ്ങനെ അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നീട് അദ്ദേഹം ആത്മഹത്യ ചെയ്തില്ല. വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഒരിക്കൽ അദ്ദേഹത്തെ കാണാനിടയായിട്ടുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതേപോലെ നിരവധി അനുഭവങ്ങളുണ്ട്. ഒരു പെൺകുട്ടി കൈ മുറിക്കാനായി ബ്ലേഡുമായി ബെഡിലിരിക്കുന്നു. മാനസികമായി വിഭ്രാന്തിയും അസ്വസ്ഥതയൊക്കെയുള്ള പെൺകുട്ടിയാണ്. അവൾ പറഞ്ഞു, ഞാൻ ഇപ്പം മരിക്കും, ഞാൻ ബ്ലേഡ് കൈ പിടിച്ചിട്ടുണ്ട്, ഞാൻ അകത്ത് കയറി മുറി കുറ്റിയിട്ടു, ഞാൻ എന്റെ ഫോൺ ഓഫ് ചെയ്യാണ്, ഇനി വിളിച്ചാൽ കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഭയമായി. നിനക്ക് കഴിയില്ല, നിനക്ക് ആത്മഹത്യ ചെയ്യാൻ കഴിയില്ല, ജീവൻ എടുക്കുന്നത് ദൈവമാണ്, അതുകൊണ്ട് ഒരു കാരണവശാലും നിനക്ക് മരിക്കാൻ കഴിയില്ല. നിനക്കതിനെ ശ്രമിക്കാൻ കഴിഞ്ഞേക്കാം, അത് പാപകരമാണ്, പക്ഷേ നിന്റെ ജീവൻ എടുക്കണമോ വേണ്ടയോ ദൈവം തീരുമാനിക്കും, നീ മരിക്കില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് അസ്വസ്ഥതയായി. കാരണം ആ പെൺകുട്ടി അങ്ങനെ മരിച്ചാലോ? ഒരു മാർഗമില്ല വിളിക്കാൻ. അവളുടെ ഭർത്താവിനെ വിളിക്കാൻ നോക്കി, ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ അവസാനം ഞാൻ പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ദൈവത്തിൽ ആശ്രയിച്ചു. നീ തന്നെ ആശ്രയം എന്ന് പറഞ്ഞു. വൈകിട്ട് വീണ്ടും ഈ പെൺകുട്ടിയുടെ ഭർത്താവ് എന്നെ വിളിച്ചു. അപ്പോഴാണ് അറിയുന്നത് അവൾ ബോധം കെട്ട് കിടപ്പായിപ്പോയി, ആത്മഹത്യ ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പം ആത്മഹത്യയെ സംബന്ധിച്ച് നമുക്ക് ബോധ്യം ഉണ്ടാകണം. ആത്മഹത്യയുടെ പിന്നിലുള്ള തീരുമാനമാണ് പാപം. ആ പ്രവൃത്തി നിറവേറണമെന്ന് നിർബന്ധമില്ല, നടക്കണമെന്നില്ല. ഒരാൾ പണ്ട് മരിക്കാൻ പോയൊരു കഥ ഞാൻ നിങ്ങളോട് പറയാം. ഇതൊരു കഥയാണ്. ഒരാള് ആത്മഹത്യ പലവട്ടം ശ്രമിച്ചു, നടക്കുന്നില്ല. അങ്ങനെ അവസാനം അയാൾ ഒരു കയ്യിൽ ഒരു ക്യാനിൽ പെട്രോളും ഒരു കുപ്പി വിഷവും ഒരു കയറും ഒരു തീപ്പെട്ടിയും ഒക്കെ ആയിട്ട് പുഴക്കരയിലേക്ക് പോയി. അങ്ങനെ പുഴക്കരയിൽ ഒരു വിധത്തിലും രക്ഷപ്പെടരുത്, അതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. പുഴക്കരയിൽ ചാഞ്ഞു നിൽക്കുന്ന ഒരു തെങ്ങില് കയറ് കെട്ടി കഴുത്തിൽ കുടുക്കിട്ടു, വിഷം കഴിച്ചു, പെട്രോൾ ഒഴിച്ചു, തീ കൊളുത്തി, ചാടി. കയറിനാണ് തീ പിടിച്ചത്. കയറ് കത്തി, അയാൾ വെള്ളത്തിൽ വീണു. ധാരാളം വെള്ളം കുടിച്ചു, അതുകൊണ്ട് വിഷാംശം ഇതായി. അതിലെ പോയ വഞ്ചിക്കാർ വന്ന് അയാളെ രക്ഷിച്ചു, കരയിൽ കൊണ്ടുവന്നിട്ടു. അയാളുടെ വയറ്റിൽ നിന്നതൊക്കെ ഛർദ്ദിപ്പിച്ചു കളഞ്ഞു. അങ്ങനെ അയാൾ നിരാശനായി. ഈ മരണത്തിന് പോലും എന്നെ വേണ്ട എന്ന ഭാവത്തോടെ തിരികെ നടക്കുമ്പോൾ വഴിയിൽ വെച്ചൊരു പഴത്തൊലിയിൽ കാല് ചവിട്ടി തെന്നി പിറകിലേക്ക് വീണു, തലയിടിച്ച് മരിച്ചുപോയി. ഇങ്ങനൊരു കഥയുണ്ട്. ഇത് പറയുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മുടെ ജീവൻ നമ്മുടെ കയ്യിലാണ്, പരമാധികാരം ദൈവത്തിന്റെ കയ്യിലാണ്. നമ്മുടെ അഭിമാനം കർത്താവിലാകണം. നമ്മുടെ അഭിമാനം നമ്മളുണ്ടായിട്ട് കാര്യമില്ല. നമ്മളെല്ലാവരും നല്ലവരായിട്ട് കാണില്ല. എത്രയോ പേരാണ്
നമ്മുടെ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് മോശം വാക്കുകളും കമന്റുകളും ഒക്കെ പറയുന്നത് അവരങ്ങനെ പറയും. അവർക്കങ്ങനെ പറയാം. ഇത് ജനാധിപത്യ രാജ്യമാണ്, അവർ പറയട്ടെ. അവർക്ക് തോന്നുന്നതാണ് അവർ പറയുന്നത്. അപ്പൊ നമ്മൾ പറയുന്ന പോലെ അവർക്കും അവകാശമുണ്ടെന്നും നമ്മൾ അപമാനിക്കാനും മനുഷ്യർക്ക് അവകാശമുണ്ടെന്നും ഈ അപമാനം എന്ന് പറയുന്നത് അവനവനെ സ്പർശിക്കുന്നതാകുന്ന എപ്പോഴാണ്? നമുക്ക് ദുരഭിമാനം ഉണ്ടാകുമ്പോഴാണ്. ഞാനൊരു നല്ല മനുഷ്യനായിട്ട് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. കുറവുകൾ ഏറെയുള്ള മനുഷ്യനാണ് ഞാൻ പരമപരിശുദ്ധനായതുകൊണ്ടല്ല നിങ്ങളോട് ഇത് പറയുന്നത്. ഞാൻ ഈ കുറവുകളും പോരായ്മകളും ഒക്കെ ഉള്ളയാളും ഈ പാപത്തിന്റെ വഴിയിലൂടെ ചരിക്കുന്നയാളും വീഴ്ചകൾ ഉണ്ടാകുന്നയാളും ബലഹീനനും ദുർബലനും ഒക്കെ ആയിട്ട് അറിവുറവുള്ളവനും ഒക്കെ ആയിട്ട് തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. കർത്താവിന്റെ കൃപയിൽ നമ്മൾ എന്തെങ്കിലും പറയുന്നു എന്നല്ലാതെ, അതും സഭയോട് ചേർന്നത് സഭാപ്രബോധനത്തെ അടിസ്ഥാനപ്പെടുത്തി പറയുന്നതല്ലാതെ നമ്മൾ അറിവിന്റെ ഭണ്ഡാകാരമോ ജീവിത വിശുദ്ധിയുടെ ഏറ്റവും ഉന്നതമായ സ്ഥാനമോ അങ്ങനെയൊന്നുമല്ല. ഒരു സാധാരണ മനുഷ്യൻ, നിങ്ങളൊരു സഹോദരൻ എന്ന് വിളിക്കാൻ പറയുന്നത് അതുകൊണ്ടാണ്. ഈ ബ്രദർ എന്ന വാക്കിന് അർത്ഥം ഉണ്ടാവണമെങ്കിൽ അങ്ങനെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഈ കുറവും പോരായ്മയൊക്കെയുള്ള മനുഷ്യരാണ് നമ്മളെന്ന ബോധ്യം നമുക്ക് ഉണ്ടാകണം. ഈ ബോധ്യം നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് ഈ പ്രതികൂലങ്ങൾ നമ്മെ കയറി ഭരിക്കുക. എവിടെ വെച്ചാണ് ആത്മഹത്യക്ക് വിശ്വാസി പ്രേരിതനാകുന്നത്, അല്ലെങ്കിൽ ദൈവത്തെ അറിയുന്നതും പ്രേരിതനാകുന്നത്? ഈ ദുരഭിമാനത്തിൽപ്പെട്ടു പോകുമ്പോഴാണ്. 1 സാമൂലിന്റെ പുസ്തകത്തിൽ 31 അധ്യായത്തിൽ 4 തിരുവചനത്തിൽ സാവൂൾ മരിക്കുന്ന അങ്ങനെയാണ്. സാവൂൾ ആദ്യം തന്റെ ശത്രുക്കളാൽ താൻ അപമാനിതനായി മരിക്കാൻ ഇടയാകരുത് എന്നുള്ളത് കൊണ്ട് കൂടെയുള്ള സേവകരോട് തന്നെ കൊല്ലാൻ പറയുന്നുണ്ട്. അവർ കൊല്ലുന്നില്ല. അപ്പോഴാണ് സ്വന്തം വാഴ്മേൽ വീണ് സാവൂൾ മരിക്കുന്നത്. അത് ആത്മഹത്യയാണ്. എവിടെ വെച്ചാണ് സാവൂൾ പഴയ്ക്കുന്നത്? സാവൂളിന് ദാവീദിനോട് അസൂയ ഉണ്ടാവുന്നു. സാവൂൾ അഹങ്കാരത്തിലേക്ക് പോകുന്നു. താനാണ് പരമപ്രധാനം എന്ന് വരുന്നു. ദൈവിക ബന്ധം നഷ്ടപ്പെടുത്തും. അപ്പോഴാണ് അസൂയയുടെ ദുരാത്മാവ് സാവൂൾ പ്രവേശിക്കുകയും സാവൂളിനെ തെറ്റിദ്ധരിപ്പിക്കുകയും തെറ്റായ മാർഗത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. പിശാചല്ല സാവൂളിനെ കൊല്ലുന്നത്, സാവൂൾ എടുക്കുന്ന തീരുമാനമാണ്. ഇനി നമുക്ക് കാണാവുന്നത് വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ 27 അധ്യായത്തിൽ 3 മുതൽ 5 വരെ തിരുവചനങ്ങളാണ്. അവിടെ യേശുവിനെ ഒറ്റിക്കൊടുക്കുന്ന യൂദാസ് പിശാചിനാൽ പ്രേരിതനായി ആത്മഹത്യ ചെയ്യുന്നു എന്നല്ല പറയുന്നു, കുറ്റബോധം കൊണ്ടാണ്. പിശാചിനാൽ പ്രേരിതനായി ഒറ്റിക്കൊടുക്കുന്നു. ആ പ്രവൃത്തിയുടെ പൂർണ്ണത എന്താണ്? ഈ ഒറ്റിക്കൊടുക്കൽ കഴിയുമ്പോൾ അയാൾ നിരാശനാവുന്നു. അതെങ്ങനെ നിരാശനാവുന്നു? നല്ലവനായ ഗുരുവിനെ ഞാൻ ഒറ്റിക്കൊടുത്തു എന്നാണ് യൂദാസിന്റെ ചിന്ത, അല്ലാതെ യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്തു എന്നല്ല. വിശുദ്ധ പത്രോസിന്റെ മാനസാന്തരത്തിന് ഗുണകരമായിട്ട് മാറുന്നത് പത്രോസ് യേശു സജീവനായ ദൈവത്തിന്റെ പുത്രനായ മിശിഹായാണെന്ന് വിശ്വസിക്കുന്നു. ആ മിശിഹായെ തള്ളിപ്പറഞ്ഞതിലാണ് പത്രോസിന്റെ വേദന. ദൈവത്തെ തള്ളിപ്പറഞ്ഞുവല്ലോ, അതാണ് അനുതാപം, ആത്മാനുതാപം. യൂദാസിന്റെ അനുതാപം ആത്മാനുതാപമല്ല, ദൈവത്തെ ഒറ്റിക്കൊടുത്തു എന്നല്ല, ദൈവനീതിക്ക് വിരുദ്ധമായെന്നല്ല. ഒരു നല്ല ഗുരുവിനെ ഒറ്റിക്കൊടുത്തു, ഒരു നല്ല മനുഷ്യനെ. ഒരു തെറ്റ് ചെയ്തു പോയി, അത് കുറ്റബോധമായിട്ടാണ് മാറുക. ഓരോ മനുഷ്യർക്കും എതിരെ നമ്മൾ ചെയ്തു പോകുന്ന പ്രശ്നങ്ങളെ കേവലം മനുഷ്യർക്കെതിരെയുള്ള ആക്രമണമായിട്ടും അതിക്രമമായിട്ടുമാണ് കണക്കാക്കുന്നതെങ്കിൽ നിശ്ചയമായിട്ട് അവിടെ ഉണ്ടാകുന്ന കുറ്റബോധം മാത്രമായിരിക്കും, അനുതാപം ഉണ്ടാകില്ല. അനുതാപം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? നിന്നെ തന്നെയാണ് മുറിവേൽപ്പിച്ചത്, നിനക്കെതിരെയാണ് ഞാൻ പ്രവർത്തിച്ചത്. അവിടെയാണ് ഓരോ അതിക്രമവും പാപമായിട്ട് മാറുക. യേശുവിനെയാണ് ഈ പ്രവൃത്തിയിലൂടെ ദ്രോഹിച്ചതെന്ന് ബോധ്യം ഉണ്ടാകുമ്പോൾ ആത്മാനുതാപം ഉണ്ടാവും. യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസിന് ആ ബോധ്യമില്ല. അതുകൊണ്ട് കുറ്റബോധത്തിൽ വ്രണുതനാകുന്നു. അതുകൊണ്ട് ഞാൻ മരിക്കുന്നു. അവിടെ യൂദാസ് നിത്യശിക്ഷയ്ക്ക് അർഹമാകും എന്ന് പറയുന്നത് യൂദാസ് ചെയ്യുന്ന ഈ പ്രവൃത്തിയും കൊലപാതകമാണ്. യേശുവിനെ ഒറ്റിക്കൊടുത്തു എന്ന അപരാധം മാത്രമല്ല, തന്റെ ജീവിതം അവസാനിപ്പിക്കുന്നതും ഒരു പാപത്തിലാണ്. അവിടെ യൂദാസ് സ്വയം കൊല്ലുന്നു, ദൈവത്തിന്റെ ഉടമാവകാശത്തെ നിഷേധിക്കുന്നു. ദൈവനിഷേധം അതിന് പിന്നിലുണ്ട്. പക്ഷെ പിശാചാണ് അങ്ങനെ പ്രവർത്തിച്ചെങ്കിൽ യൂദാസ് അതിൽ ഭാഗവാക്കല്ല. പിശാചിന്റെ പ്രേരണയ്ക്ക് നമ്മൾ വിധേയപ്പെടുമ്പോഴാണ് നമ്മൾ ഈ പ്രവൃത്തിയിൽ ഏർപ്പെടുന്നത്. വില്ലൻ പിശാചാണെന്നല്ല പറയേണ്ടത്, നമ്മുടെ വിശ്വാസക്കുറവാണ്. കർത്താവിനെ ഉടയവനായിട്ട് അംഗീകരിക്കാൻ കഴിയാത്ത നമ്മുടെ മനസ്സാണ്. നമ്മുടെ ജീവിതം നമ്മുടേതാണെന്ന തെറ്റിദ്ധാരണയാണ്. ഞാൻ എന്നത് എന്നിൽ ഭരണം നടത്തുമ്പോഴാണ് ഈ വീഴ്ചയ്ക്ക് കാരണമായിട്ട് മാറുക. കത്തോലിക്ക സഭ ആത്മഹത്യയെ ഒരു മോർട്ടൽ സിന്നായിട്ടാണ്, മാരകപാപമായിട്ടാണ് കാണുന്നത്. എന്നാൽ രോഗാവസ്ഥകൾ അതിന്റെ പിന്നിലുണ്ടാകാമെന്നുള്ളത് കൊണ്ട് ആധുനികമായ കാഴ്ചപ്പാടുകളോടെ സഭ ആത്മഹത്യകളെ സമീപിക്കുന്നുണ്ട്. രോഗാവസ്ഥയോ ഏതെങ്കിലും തരത്തിലുള്ള ബാഹ്യപ്രേരണകളോ ഒക്കെ അതിന്റെ പിന്നിലുണ്ടാകുന്നുണ്ടോ എന്ന് സഭ പരിശോധിക്കുന്നുണ്ട്. മനുഷ്യന്റെ ബലഹീനതകളെ മനസ്സിലാക്കാൻ ആധുനികമായ കാലത്ത് സഭ ചുവടുകൾ മുൻപോട്ട് വെക്കുന്നുണ്ട്. മുൻകാലങ്ങളിൽ മാരകഭാവം എന്ന് പറഞ്ഞ ആത്മഹത്യ ചെയ്യുന്ന ഒന്നാകെ തള്ളുന്ന ഒരു പ്രവൃത്തിയല്ല സഭയ്ക്കുന്നുള്ളത്. സഭ ആത്മഹത്യ ചെയ്യുന്നവരെ കാരുണ്യത്തോടെയാണ് വീക്ഷിക്കുന്നത്. കാരുണ്യപൂർവമായ മനോഭാവം അവരോട് ഉണ്ടാകണം. ദൈവം അനന്ത കരുണയാണ് എന്ന നിലപാടാണ് സഭയ്ക്കുള്ളത്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ജീവൻ പവിത്രമാണ്.
അത് കാത്തു സൂക്ഷിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം അർപ്പിക്കുന്നതിലൂടെ ഈ ജീവന്റെ അർപ്പണം സംഭവിക്കുന്നുണ്ട്. അത് പ്രധാനപ്പെട്ട കാര്യമാണ്, ബലിയർപ്പിക്കേണ്ട കാര്യമാണ്. അതിനു പകരം അത് സ്വന്തം താല്പര്യത്തിനായി നശിപ്പിക്കാനോ സ്വന്തം താല്പര്യത്തിനായി അന്വേഷിക്കാനോ നമുക്ക് അവകാശമില്ല. അതുകൊണ്ടാണ് സ്വജീവൻ നിലനിർത്താൻ ശ്രമിക്കുന്നവനെ നഷ്ടപ്പെടുത്തുമെന്ന് യേശു പറയുന്നത്. അപ്പൊ നമ്മുടെ ജീവൻ മറ്റുള്ളവർക്ക് വേണ്ടി അർപ്പിക്കാൻ, ക്രിസ്തുവിൽ അർപ്പിക്കാൻ നൽകപ്പെട്ട ദൈവത്തിന്റെ ദാനമാണെന്നും ആ ദാനം ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയാണ് പരമപ്രധാനം എന്ന് പറയണം. യേശു കുരിശിൽ കിടക്കുമ്പോൾ എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം അതാണ്. തിരികെ കൊടുക്കേണ്ടതാണ്. ദൈവത്തിലേക്കാണ് മനുഷ്യർ ഓരോരുത്തരും ആത്മാവിനെ കൊടുക്കേണ്ടത്. ഈ കാര്യം നമുക്ക് ബോധ്യമുണ്ടാണ്. ഈ ബോധ്യം നഷ്ടപ്പെട്ടു പോകുമ്പോൾ വിശ്വാസതലത്തിൽ ഇടിവുണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നാം ആത്മഹത്യയിൽ പെട്ടുപോകുന്നു. കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ച് 2281 പറയുന്നു, നമ്മുടെ ജീവൻ തുടരാനും നിലനിർത്താനുമുള്ള സ്വാഭാവിക പ്രവണതയ്ക്കെതിരാണ് ആത്മഹത്യ. ജീവൻ നിലനിർത്താനും തുടരാനും വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുണ്ടാകേണ്ടതാണ്. അത് സ്വയം സ്നേഹത്തിനുമെതിരാണ്, ആത്മസ്നേഹത്തിനെതിരായ ഒരു പ്രവൃത്തിയാണ്. മാത്രമല്ല അത് അയൽക്കാരനുള്ള സ്നേഹത്തെ വ്രണപ്പെടുത്തുന്നു. നാം വന്നിട്ടുള്ളത് നമുക്ക് വേണ്ടിയല്ലോ, മറ്റുള്ളവർക്ക് വേണ്ടിയാണല്ലോ. ആ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കേണ്ട ജീവിതത്തെ കൊടുക്കില്ലെന്ന് പറയാൻ നമുക്ക് അവകാശമില്ല. പരസ്നേഹത്തിനെതിരായ പ്രവൃത്തിയായിട്ട് അത് മാറും. ദൈവസ്നേഹത്തിനെതിരായ പ്രവൃത്തിയായിട്ട് മാറുന്നുണ്ട്. ഉടമാവകാശം നിഷേധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ സഹോദരങ്ങൾക്കെതിരായ ഒരു പാപമായിട്ട് കൂടി അത് മാറും. അത് കുടുംബം, രാഷ്ട്രം, പൊതുസമൂഹം എന്നിവയുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നത് തടയുന്നുണ്ട്, വിച്ഛേദിക്കുന്നുണ്ട്. ഈ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ വേണ്ടിയാണ് ഭൂമിയിലേക്ക് ഒരു ദൗത്യമായിട്ട് നമ്മൾ വന്നത്. അത് വിട്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് എനിക്കുണ്ടാകുന്ന പരിമിതികളും എൻ്റെ വീഴ്ചകളും എൻ്റെ പോരായ്മകളും ഞാൻ അനുഭവിക്കുന്ന വേദനകളും ഞാൻ എങ്ങനെയാണ് ക്രിസ്തുവിൽ മറ്റുള്ളവർക്ക് വേണ്ടി അർപ്പിക്കേണ്ടതെന്നതിൻ്റെ അടയാളമായിട്ട് തിരിച്ചറിയാൻ കഴിയാതെ പോകും. വിശ്വാസത്തിൽ വരുന്നൊരു പിഴവാണ്. കാറ്റക്കിസം പഠിപ്പിക്കുകയാണ്, ജീവിക്കുന്ന ദൈവത്തോടുള്ള നിഷേധമാണ്, പാപമാണ്. ജീവിക്കുന്ന ദൈവത്തോടുള്ള സ്നേഹത്തിന് എതിരായ പ്രവൃത്തി. അങ്ങനെ ആത്മഹത്യയെ കാണാൻ നമുക്ക് കഴിയും. CCC 2282 വേറൊരു കാര്യം പറയുന്നുണ്ട്. നമ്മൾ ആത്മഹത്യ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമായിട്ട് മാറുമ്പോൾ, ഒരു പ്രേരക ഘടകമായിട്ട് മാറുമ്പോൾ അവിടെ ഉതപ്പ്, മറ്റുള്ളവരുടെ പാപത്തിലേക്ക് നയിക്കുന്ന ഒരാളായി കൂടി നമ്മൾ മാറും. അതുകൊണ്ട് അത് അബദ്ധമാണ്, ഒരിക്കലും ചെയ്തുകൂടാത്തതാണ്. ഇപ്പൊ പുരോഹിതർ ആത്മഹത്യ ചെയ്യുന്നു, സന്യസ്തർ ആത്മഹത്യ ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോഴുള്ള ഗൗരവം അതാണ്. സമൂഹത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി അടയാളമായി മാറേണ്ടവർ പുലർത്തുന്ന ഈ മനോഭാവം മറ്റുള്ളവരിൽ തിന്മ ജനിപ്പിക്കാൻ അല്ലെങ്കിൽ ഉതപ്പ് സൃഷ്ടിക്കാൻ കാരണമായിട്ട് മാറും. ഞാനും നിങ്ങളുമൊക്കെ ലോകത്ത് അറിയപ്പെടുന്ന സമൂഹങ്ങൾക്കകത്ത് ഏതെല്ലാം നിലയ്ക്കാണോ വ്യാപരിക്കുന്നത് അവിടെയൊക്കെ ഈ ജീവിതം നേരിടാൻ കഴിയാത്ത ഒന്നാണെന്നും ദൈവം നമ്മെ സഹായിക്കുന്നവനല്ലെന്നും ദൈവവിശ്വാസം ഗുണകരമല്ലെന്നും പറയാനിടയാകും വിധം ഇത് കാണപ്പെടും. അത്തരമൊരു അടയാളപ്പെടുത്തൽ അപകടകാരിയാണ്. ഒരുപക്ഷെ അനുഭവിക്കുന്ന മാനസികമായ അസ്വാസ്ഥ്യങ്ങൾ, ജീവിതം നേരിടുന്ന പ്രതിസന്ധികൾ, നേരിടാൻ പറ്റാത്തതിൻ്റെ മാനസികമായ ബലക്കുറവുകൾ, അതൊക്കെ അനുകൂല ഘടകങ്ങളായി അല്ലെങ്കിൽ ലഘൂകരിക്കുന്ന, പാപത്തിന്റെ അവസ്ഥയെ ലഘൂകരിക്കുന്ന കാര്യങ്ങളായി കാണപ്പെടാം. പക്ഷെ അടിസ്ഥാനപരമായി ഒരു ദൈവനിഷേധം അതിനകത്തുണ്ട് എന്ന കാര്യം ഉറച്ച ബോധ്യത്തോടെ നമ്മൾ സ്വീകരിക്കണം. പിശാച് നമ്മെ ആക്രമിച്ച കൊന്നെടുക്കുകയല്ല ചെയ്യുന്നത്. കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനുമാണ് എന്ന് വചനം നമ്മോട് പറയുന്നുണ്ട്. കള്ളൻ മോഷ്ടിക്കുന്നത് എന്താണ്? കള്ളൻ മോഷ്ടിക്കുന്നത് നമ്മുടെ ആത്മവിശ്വാസമാണ്. വിശ്വാസത്തിന്റെ തലത്തെ മോഷ്ടിക്കാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവൻ നമ്മുടെ ജീവൻ അപഹരിക്കുന്നത് നിത്യതയിൽ നിലനിൽക്കാൻ ഇടയാകാത്ത വിധം നമ്മളെ പാപത്തിൽ വീഴ്ത്തിക്കൊണ്ടാണ്, ആളെ കൊന്നുകൊണ്ടല്ല. നിത്യതയിൽ നിലനിൽക്കാനാകാത്ത വിധം നമ്മുടെ ജീവനെ അവൻ തട്ടിയെടുക്കും. എന്ന് വെച്ചാൽ നമ്മൾ പാപത്തിൽ വീഴുമ്പോൾ നമ്മുടെ ജീവൻ നിത്യജീവനിൽ നിന്ന് അകന്നു പോകും. അതാണ് അവന്റെ യഥാർത്ഥത്തിലുള്ള മോഷണം. അതേസമയം കാറ്റക്കിസം 2283 പറയുന്നത് ആത്മഹത്യ ചെയ്തവരെ കുറിച്ച് നമ്മളിങ്ങനെ വിധിയൊന്നും പ്രസ്താവിക്കരുത്. അവരോടും അനന്ത കാരുണ്യമുള്ളവനാണ് ദൈവം. ദൈവത്തിന്റെ കാരുണ്യത്തിന് അവരെ വിടുകയും പ്രാർത്ഥിക്കുകയും മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയൂ. അതുകൊണ്ട് നേരത്തെ വിയാനി അച്ഛന്റെ കാര്യം പറഞ്ഞതുപോലെ ഒരാളുടെ ആത്യന്തിക രക്ഷയെ സംബന്ധിച്ച കാര്യങ്ങൾ നിശ്ചയിക്കാൻ നമുക്ക് സാധ്യമല്ല. ഒരാളെയും വിധിക്കാൻ നമുക്ക് സാധ്യമല്ല. വിധികർത്താവ് ദൈവമാണ്, അനന്ത കാരുണ്യമാണ്. ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാൻ മാത്രമേ നമുക്ക് കഴിയില്ല. അതുകൊണ്ടാണ് ലൂക്കാ സുവിശേഷം പറയുന്നത്, കൊന്നതിന് ശേഷം നരകാഗ്നിയിലേക്ക് നിങ്ങളെ തള്ളിക്കളയാൻ കെൽപ്പുള്ളവനെ മാത്രം ഭയപ്പെടരുത്, ലോകത്തെ ഭയപ്പെടരുത്. ഈ ലോകത്തെ ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം നിന്നെ സൃഷ്ടിച്ച് ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ള ദൈവമാണ്. ഈ ലോകം നിങ്ങളുടെ നേരെ ഏതു തരത്തിലുള്ള ആക്രമണം ഉന്നയിച്ചാലും ഏതു തരത്തിലുള്ള പീഡനം അഴിച്ചുവിട്ടാലും ഭയക്കേണ്ട കാര്യമില്ല. കാരണം നിന്നെക്കുറിച്ചുള്ള ദൈവിക ദൗത്യമേ നിറവേറൂ. ദൈവമാണ് നിന്നെ ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്നത്. ഇന്നത്തെ പ്രതിസന്ധിയുടെ സാഹചര്യങ്ങളെ തകർത്ത് നിനക്ക് മുൻപോട്ട് പോകാൻ കഴിയും.
അത് നീ വിചാരിക്കുന്ന രീതിയിലാകില്ല. നമ്മുടെ കണക്കുകൂട്ടലുകളും പദ്ധതികളും കൈവിടണം. ഓരോ കണക്കുകൂട്ടലും ദൈവത്തിന്റെ കരങ്ങളിൽ അർപ്പിക്കണമെന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ നിരാശപ്പെടാതിരിക്കാനാണ്. നിങ്ങൾക്ക് ജീവിത പദ്ധതി ഉണ്ടാവും, അന്തിമ തീരുമാനം ദൈവത്തിൻ്റെതാണ്, കർത്താവിൻ്റെതാണെന്ന ബോധ്യത്തിൽ അവയെ കൈവിടാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ഈ കുടുക്കിൽപ്പെടും. നമ്മുടെ കാഴ്ച ഹ്രസ്വമാണ്, നമുക്ക് മുഴുവൻ കാര്യങ്ങളും കാണാൻ കഴിയില്ല. നമ്മുടെ വീക്ഷണം എത്രത്തോളം ഉണ്ട്, ഒരു മതിലിനപ്പുറത്തേക്ക് കടന്നു പോകാൻ നമ്മുടെ കണ്ണുകൾക്ക് സാധ്യമല്ല. അപ്പൊ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, എന്റെ പദ്ധതിയും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഒക്കെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയും ദൈവേഷ്ടം നിറവേറാൻ വേണ്ടി ഞാൻ നിലകൊള്ളുകയും ചെയ്യുമ്പോൾ എനിക്ക് പരാജയം ഉണ്ടാകില്ല. ഇനി മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് പറഞ്ഞാലും ഞാൻ എൻ്റെ കർത്താവിന്റെ മുമ്പിലാണ്. ഈ ലോകം എന്നെ അപമാനിച്ചാലും ഏതെല്ലാം തരത്തിൽ എന്നെ പരിഗണിച്ചാലും ഞാൻ എൻ്റെ കർത്താവിന്റെ മുമ്പിലാണെന്ന ബോധ്യം ഉണ്ടാകുക. അങ്ങനെ ദൈവമാണ് എൻ്റെ കൂടെ ഉള്ളതെന്നും ആരെല്ലാം ഒറ്റപ്പെടുത്തിയാലും എന്നെ ഒറ്റപ്പെടുത്താത്ത ഒരുവന്റെ കൂടെ ഉണ്ടെന്നും ബോധ്യം ഉണ്ടാകുമ്പോഴേ അപമാനത്തിന്റെയും ഒറ്റപ്പെടലിന്റെയും ഒക്കെ സാഹചര്യങ്ങൾ നമുക്ക് അതിജീവിക്കാൻ പറ്റും. ഞാൻ ഒറ്റയ്ക്കല്ല, ഈ ലോകം മുഴുവൻ എനിക്കെതിരായാലും ഞാൻ ഒറ്റയ്ക്കല്ല. ആ ധീരത നമുക്കുണ്ടാകണമെങ്കിൽ പരിശുദ്ധാത്മാവിൽ നമുക്കത് സാധ്യമാണ്. നമ്മൾ വിശ്വാസത്തിൽ ഉറയ്ക്കണം. ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നു, യേശു നമ്മോട് കൂടെ വസിക്കുന്നു, നമ്മുടെ ശരീരത്തിൽ ഓരോ കോശങ്ങളിലും വസിക്കുന്നു. യേശുവിൻ്റെതാണ് ജീവൻ, യേശുവാണ് നമ്മിൽ വസിക്കുന്നത്, നാം യേശുവിലാണ് ജീവിക്കുന്നത്. ലോകത്തിലെ പ്രതികൂലങ്ങളെ ഭയപ്പെടാതിരിക്കണം. ആത്മഹത്യ ഒരു കൊലപാതകമാണ്. പുറപ്പാട് പുസ്തകം 20:13 പറയുന്നുണ്ട്, കൊല്ലരുത് എന്നത് അവനവനെ കുറിച്ച് കൂടി ആലോചിക്കണം. എന്റെ ജീവൻ എന്റെ കയ്യിലല്ല, ഞാനല്ല ഉടമസ്ഥൻ. എന്റെ ജീവിതത്തിന് ഉടമസ്ഥൻ ഞാനല്ല, ഉടയവൻ അവനാണ്. അതുകൊണ്ട് അവന് മാത്രമേ അതിനെക്കുറിച്ച് തീരുമാനമെടുക്കാൻ അവകാശമുള്ളൂ. ഒരാൾ ജനിക്കുന്നതും മരിക്കുന്നതും ദൈവത്തിന്റെ പദ്ധതിയാണ്. ഭൂമിയിൽ ഒരാൾക്കും അതിൽ ഇടപെടാൻ സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് ദൈവിക പദ്ധതിക്ക് കീഴ്വഴങ്ങുക എന്നുള്ളൊരു കാര്യം ഓർക്കണം. ദൈവകൽപ്പനയ്ക്ക് വിധേയപ്പെടുക എന്നുള്ളൊരു കാര്യം ഓർക്കണം. ഇത് മറ്റുള്ളവരെയും ബോധ്യപ്പെടുത്തണം. ആരും ആരുടെയും സ്വന്തമല്ല, നമ്മളെല്ലാം ദൈവത്തിൻ്റെതാണ്, ദൈവത്തിന്റെ മക്കളാണ്. മറ്റുള്ളവർക്ക് വേണ്ടിയാണ് നമ്മുടെ ജീവിതം. ദൈവമക്കളുടെ സ്ഥാനത്തിനനുസരിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് ദൈവകരങ്ങളുടെ ആത്മാവിനെ സമർപ്പിച്ച് ജീവിതത്തിൽ നിത്യത നേടുക നമ്മുടെ അവകാശമാണ്. അതിനുവേണ്ടി ക്രിസ്തു കുരിശിൽ മരിച്ചിട്ടുണ്ട്. ആ രക്ഷയെക്കുറിച്ച് നമുക്ക് ബോധ്യം ഉണ്ടാവണം. ആധുനിക സഭ കാരുണ്യപൂർവമായിട്ടാണ് ആത്മഹത്യ ചെയ്യുന്നവരോട് പോലും ഇടപെടുന്നത്. അതുകൊണ്ട് ഡിപ്രഷൻ, അതിതീവ്രമായ ബലഹീനതകൾ, മാനസിക രോഗങ്ങൾ എന്നിങ്ങനെ ജീവിതത്തിന് പ്രതിസന്ധിയുടെ മറ്റൊരു രൂപം അവരവരാൽ തന്നെ അല്ലാതെ അവരനുഭവിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ടല്ലോ, അവിടെയൊക്കെ കാരുണ്യപൂർണമായ സമീപനമാണ് വേണ്ടതെന്ന് സഭ പറയുന്നു. ദൈവം എങ്ങനെയാണ് വിധിക്കുന്നത് നമുക്ക് ചിന്തിക്കേണ്ടതില്ല എന്നാണ് സഭ അവിടെ പറയുന്നത്. മുൻകാലങ്ങളിൽ ആത്മഹത്യ ചെയ്തവർക്ക് സഭാത്മകമായ സംസ്കാരം ശുശ്രൂഷ ഉണ്ടായിരുന്നില്ല. പിന്നീട് മാനസികമായ ഇത്തരം കാരണങ്ങളാൽ, രോഗബാധകളാൽ ഒക്കെ ആത്മഹത്യ ചെയ്തവർക്കും ക്രൈസ്തവമായ സംസ്കാര ശുശ്രൂഷകൾ സഭ നൽകാൻ തുടങ്ങി. 1983 1184 കാനോൻ നിയമപ്രകാരം സഭ ഇപ്രകാരം സംസ്കാര ശുശ്രൂഷ ആത്മഹത്യ ചെയ്തവർക്ക്, പ്രത്യേകിച്ച് രോഗബാധയുമായൊക്കെ ബന്ധപ്പെട്ടും മാനസികമായ സ്വാസ്ഥ്യങ്ങളാൽ ബന്ധപ്പെട്ടും ഒക്കെ ആത്മഹത്യ ചെയ്തവർക്ക് കൂടി അർഹമാണ് എന്ന് കാണുകയുണ്ടായി. ഇനി നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലുമൊക്കെ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഉപാധികളൊന്നുമില്ലാതെ ദൈവകരുണയ്ക്ക് മുമ്പിൽ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. അവരുടെ സ്ഥിതി എന്തായിരുന്നു നമുക്ക് നിശ്ചയമില്ല, നമുക്കത് ഉറപ്പില്ലാത്ത കാര്യമാണ്, നമുക്ക് കാണാൻ കഴിയാത്ത കാര്യമാണ്. അതുകൊണ്ട് ദൈവകരുണയുടെ മുമ്പിൽ അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൽ അവർക്ക് രക്ഷയില്ല എന്ന് കരുതി നിരാശപ്പെടേണ്ടതില്ലെന്നും കൂടി ഓർക്കണം. ആത്മഹത്യ ചെയ്തവരെ കുറിച്ച് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ഓർക്കണം. ആത്മഹത്യ ത്രാസിന്റെ ഒരു തട്ട് മാത്രമാണ്, മറുതട്ടിൽ ദൈവകാരുണ്യമുണ്ട്. അപ്പൊ ദൈവകരുണയുടെ മുമ്പിലാണ് ഓരോ മനുഷ്യനും എന്ന കാര്യം ഓർക്കണം. ആരെയും വിധിക്കാനായിട്ട് നമ്മൾ ആത്മഹത്യയെ ഒരു കാരണമാക്കി കാണരുത്. പക്ഷേ ആത്മഹത്യക്ക് പിന്നിലുള്ള പാപാംശത്തെ തിരിച്ചറിയണം. ആ പാപവശത്തിനെതിരായി നിലകൊള്ളുകയും വേണം. വിശ്വാസത്തിൽ അടിയുറയ്ക്കണം. പൈശാചികമായ പ്രേരണ കൊണ്ടാണ് ആത്മഹത്യ ചെയ്യുന്നതെന്ന് തെറ്റിദ്ധാരണപ്പെടരുത്. പൈശാചികമായ പ്രലോഭനങ്ങൾ നിരാശയിലേക്ക് നമ്മെ നയിക്കുന്നത് മറ്റു പലവിധ പ്രലോഭനങ്ങളും പോലെ തന്നെയാണ്. ഭയപ്പെടുത്തുകയോ നിരാശപ്പെടുത്തുകയോ ജീവിതത്തിന് അർത്ഥമില്ലെന്ന് തോന്നുന്ന വിധം ചിന്തിക്കാൻ ഇടയാക്കുകയോ ചെയ്യുന്ന പ്രലോഭനങ്ങൾ ഉണ്ടാകാം. പ്രലോഭകനെ തിരിച്ചറിയണം. പക്ഷെ തിന്മയാണതെന്നും വ്യക്തിപരമായ ഉത്തരവാദിത്വം ഉണ്ടെന്ന് ഓർക്കണം. ഇനി മറ്റുള്ളവരോടും നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. ഇത്തരത്തിൽ പെട്ടുപോകാൻ ഇടയുള്ളവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്യാൻ എനിക്ക് നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. വഴിവെക്കിൽ ഒരാൾ ഒറ്റപ്പെട്ടു നിൽക്കുന്നത് കാണുമ്പോൾ അയാൾ അവഗണിച്ചു പോകുന്നുവെങ്കിൽ അയാളെ നാം തള്ളിക്കളഞ്ഞുവെന്നാണ് അർത്ഥം. അതുകൊണ്ട് മറ്റുള്ളവരെ പരിഗണിക്കുന്നൊരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ആത്മഹത്യയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളിലും അബദ്ധങ്ങളിലും പെടരുത്. ഇതിന്റെ പുറകിൽ ഒരു വില്ലൻ ഉണ്ടെന്നല്ല കരുതേണ്ടത്. പല വില്ലന്മാരുമുണ്ട്. ഈ വില്ലന്മാരെയൊക്കെ തോൽപ്പിക്കാൻ ക്രിസ്തു നിങ്ങളുടെ കൂടെയുണ്ട് എന്നൊരു കാര്യം ഓർക്കണം. അപ്രകാരം ക്രിസ്തുബോധത്തിൽ നമുക്ക് വളരാൻ കഴിയട്ടെ. ഒപ്പം തന്നെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവർക്ക്
ഈ സ്നേഹസ്പർശം എത്തിച്ചു കൊടുക്കാനും അവരുടെ ജീവിതത്തിൽ ഇടപെടുന്ന ക്രിസ്തുവിനെ നിങ്ങളിലൂടെ അനുഭവപ്പെടുത്താനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.